ഹായ് നമസ്കാരം, ഏവർക്കും ഫാൽക്കൺ എക്സ്പിഎസ്സിയിലേക്ക് സ്വാഗതം. ഞാൻ ദിജേഷ് ദിനേശൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ SCRT 8ാം ക്ലാസ്സിലെ ഫസ്റ്റ് യൂണിറ്റ് അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്നുള്ളൊരു ഭാഗത്തിന്റെ ആദ്യ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് അതിന്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പ്ലാസി യുദ്ധം പോലെയുള്ള യുദ്ധങ്ങൾ, ബക്സാർ യുദ്ധങ്ങൾ, പോർച്ചുഗീസുകാരുമായി ബന്ധപ്പെട്ട് വാസ്കോഡഗാമയുടെ വരവ്, നീലജലനയം പോലെയുള്ള ചില അൽമേഡ, അൽബുക്കർക്ക്, കൊച്ചിൻ കോട്ട, മാനുവൽ കോട്ട, കുഞ്ഞാലി മരക്കാർ, ഡച്ചുകാരെ, അതുപോലെ തന്നെ വിദേശികൾ, ഹോർത്തൂസ് മലബാർക്കസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മിക്സഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഇനി അതുമായി ബന്ധപ്പെട്ടിട്ട് അതേ ചാപ്റ്ററിൽ തന്നെ രണ്ടാമത്തെ പാർട്ടാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇന്നും പതിവ് പോലെ തന്നെ നമ്മൾ ഒരുപാട് SCRT പാഠഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. അതും പ്രസ്താവന ചോദ്യങ്ങളാണ്. ടെക്സ്റ്റ് ബുക്കിലത്തെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, കട്ടിങ്സ് നമ്മുടെ കയ്യിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീണ്ടും പറയുന്നു, വരാൻ പോകുന്ന പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ട് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, അതുപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പോലെയുള്ള എക്സാമുകൾ വന്നിരിക്കുന്ന സമയം കൂടിയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ചോദ്യമാണ് സാധാരണ നമ്മൾ തുടങ്ങാറുള്ളത്. ഇന്ന് അതിന് പകരം SCRTയിലത്തെ ചെറിയൊരു ഭാഗം നമ്മളിന്ന് വായിച്ചു തുടങ്ങുകയാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കുന്നത് 1757 പ്ലാസി യുദ്ധത്തിലൂടെയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സംസാരിച്ചതാണ് പ്ലാസി യുദ്ധത്തിനെ പറ്റിയിട്ട്. സിറാജുദ് ദൗളയെ പോലെ, റോബർട്ട് ക്ലൈവിനെ പോലെയുള്ള, അതുപോലെ തന്നെ അലിനഗർ ഉടമ്പടി, അലഹബാദ് ഉടമ്പടി പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചതാണ്. ശരി, ഇനി എന്താണ് പറയുന്നത്? അപ്പൊ പ്ലാസി യുദ്ധത്തിലൂടെയാണ് അതിന് എന്തുണ്ടാവുന്നത്? രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കുന്നത്. ഇനി ബംഗാളിലെ നവാബായിരുന്ന സിറാജുദ് ദൗളയെ റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യം ഈ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. അപ്പൊ പ്ലാസി യുദ്ധവുമായി ബന്ധപ്പെട്ട് സിറാജുദ് ദൗളയ്ക്ക് പരാജയമാണ് സംഭവിച്ചതെന്ന് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി എന്താണ്? ബംഗാളിന്റെ ഭരണം പിടിച്ചെടുത്ത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങൾ തങ്ങളുടെ അധീനതയിൽ കൊണ്ടുവരാൻ സഹായകമായി. നമുക്കറിയാം, ബംഗാളായിരുന്നു കേന്ദ്രം. ബംഗാൾ പിടിച്ചെടുത്തതോട് കൂടിയിട്ട് എന്തായി? മറ്റു പ്രദേശങ്ങൾ കൂടി പിടിച്ചെടുക്കാൻ കുറച്ചും കൂടി എളുപ്പമായി ബ്രിട്ടീഷുകാർക്ക്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങൾ തങ്ങളുടെ അധീനത്തിലാക്കി കൊണ്ടുവരാൻ സഹായകമായി. കാർഷിക സമ്പന്നമായ ബംഗാളിലെ ഭൂനികുതി കൊണ്ട് ബ്രിട്ടീഷുകാർ സൈനിക ശക്തി മെച്ചപ്പെടുത്തുകയും രാജ്യത്തിന്റെ ബാക്കി ഭാഗങ്ങൾ കീഴടക്കാനുള്ള പണം സ്വരൂപിക്കുകയും ചെയ്തു. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്നു 1764 ബക്സാർ എന്ന് വെച്ച് പറഞ്ഞ സ്ഥലത്ത്, എവിടെയാണ് ബക്സാർ? എവിടെയാണ്? ബീഹാറിലാണ്. അവിടുത്തെ ഒരു യുദ്ധത്തോടു കൂടി ബീഹാർ, ബംഗാൾ, ഒറീസ എന്നീ പ്രദേശങ്ങൾ നികുതി പിരിക്കാനുള്ള അവകാശം കമ്പനി സ്വന്തമാക്കി. ബക്സാർ യുദ്ധത്തോടു കൂടിയിട്ട് ഈ ബീഹാർ, ഒറീസ, ബംഗാൾ പോലെയുള്ള സ്ഥലങ്ങളിലെ നികുതി പിരിക്കാനുള്ള അവകാശം ആർക്ക് കിട്ടുകയാണ് ചെയ്തത്? ബ്രിട്ടീഷുകാർക്ക് കിട്ടുകയാണ് ചെയ്തത്. ഇനി എന്താണ് പറയുന്നത്? കമ്പനി സ്വന്തമാക്കി. അതോടൊപ്പം ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണ സാന്നിധ്യം ശക്തമായി. മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാ ആലം രണ്ടാമൻ, അവധിലെ നവാബായിരുന്ന ഷുജാഉദ് ദൗള, ബംഗാളിലെ നവാബായിരുന്ന മിർ കാസിം എന്നിവരുടെ സംയുക്ത സൈന്യത്തെയാണ് ബ്രിട്ടീഷുകാർ ഈ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയത്. അപ്പൊ ബക്സാർ യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ട് ബ്രിട്ടീഷുകാർക്ക് എതിരായിട്ട് നിന്നത് ആരാന്നാണ് ചോദിക്കുന്നത്. ആരൊക്കെയാണ്? ഷാ ആലം രണ്ടാമൻ മുഗൾ നവാബായിരുന്നു, ബംഗാൾ നവാബായിരുന്ന മിർ കാസിം, അതുപോലെ തന്നെ ഔദിലെ നവാബായിരുന്ന ഷുജഉദ് ദൗള, ഷാ ആലം രണ്ടാമൻ, അതുപോലെ തന്നെ മിർ കാസിം. ഈ മൂന്ന് പേരാണ് പ്രധാനമായിട്ട് ഓപ്പോസിറ്റ് നിന്നത്. ഇവിടെ റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യവുമാണ് ഉണ്ടായിരുന്നത്. 1764 ബീഹാറിലാണ് എന്ത് നടക്കുന്നത്? ബക്സാർ യുദ്ധം നടക്കുന്നത്. ബക്സാർ യുദ്ധത്തോട് കൂടിയിട്ട് ഒരു 99% ബ്രിട്ടീഷുകാരുടെ കയ്യിലായി ഇന്ത്യ മാറി. ഓക്കെ, ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു ഇത് നോക്കൂ. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യ പിടിച്ചെടുക്കാം. ആരുടെ വാക്കുകളാണ്? റോബർട്ട് ക്ലൈവ് അല്ലെ. ബംഗാളിലെ ആദ്യത്തെ ഗവർണർ എന്നറിയപ്പെടുന്ന ആളാണ് ആര്? റോബർട്ട് ക്ലൈവ്. ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ആണ് ആര്? റോബർട്ട് ക്ലൈവ്. ശരി, ഇനി SCRTയിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു 3 ഭാഗങ്ങൾ. ഒന്ന്, 1639 വർഷം നോക്കണേ. 1639 മദ്രാസ് തുറമുഖത്തിന്റെ ചുങ്ക വരുമാനത്തിന്റെ പകുതി നൽകണമെന്ന ഉപാധിയോടുകൂടി, അവിടുന്ന് കിട്ടുന്ന ചുങ്ക വരുമാനത്തിന്റെ പകുതി നൽകാമെന്ന ഉപാധിയോട് കൂടിയിട്ട് പ്രാദേശിക രാജാവായിരുന്ന ദമർല വെങ്കടാദ്രി നായക, ആരാണ്? ദമർല വെങ്കടാദ്രി നായക ദീർഘകാലത്തേക്ക് മദ്രാസ് തുറമുഖം ബ്രിട്ടീഷുകാർക്ക് നൽകി. എന്താണ് പറയുന്നത്? 1639 മദ്രാസ് തുറമുഖത്തിന്റെ ചുങ്ക വരുമാനത്തിന്റെ പകുതി നൽകണമെന്ന ഉപാധിയോട് കൂടിയിട്ടാണ് വിട്ടുകൊടുക്കുന്നത്. ഇനി 1662 നടന്നൊരു സംഭവം. പോർച്ചുഗീസ് രാജകുമാരിയായ കേദറിനെ, പോർച്ചുഗീസ് രാജകുമാരിയായിരുന്ന
കാതറിനെ വിവാഹം ചെയ്തപ്പോൾ ബ്രിട്ടീഷ് രാജാവ് ചാൾസ് രണ്ടാമന് ഉപഹാരമായി ലഭിച്ച പ്രദേശമാണ് ബോംബെ. അതും നമുക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ ഓരോ പ്രദേശങ്ങൾ എങ്ങനെയാണ് ബ്രിട്ടീഷുകാരുടെ കീഴിലായി എന്നാണ് നമ്മൾ നോക്കുന്നത്. ഈ മദ്രാസ് തുറമുഖത്തിന്റെ ഇത് പോവാൻ കാരണം എന്താണ്? പകുതി ചുങ്കം തന്നാ മതി എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ രാജാവ് അത് വിട്ടുകൊടുത്ത്. പിന്നെ 1662 പോർച്ചുഗീസ് രാജകുമാരിയായ കാതറിനെ വിവാഹം ചെയ്തപ്പോൾ ചാൾസ് രണ്ടാമന് ബോംബെ കിട്ടി. പിന്നീട് ഈ പ്രദേശം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൈമാറി. ഇവിടെ 1698 സുധനദി, കാലിക്കട്ട, ഗോവിന്ദപൂർ എന്നീ 3 ഗ്രാമങ്ങൾക്ക് ചുറ്റും ബ്രിട്ടീഷുകാർ പണിത കോട്ടയാണ് വില്യം കോട്ട. ഓക്കെ, എന്താണ്? സുധനദി, കാലിക്കട്ട, ഗോവിന്ദപൂർ എന്നീ 3 ഗ്രാമങ്ങൾക്ക് ചുറ്റും, ബംഗാളിലാണ്, 3 ഗ്രാമങ്ങൾക്ക് ചുറ്റും ബ്രിട്ടീഷുകാർ പണിതൊരു കോട്ടയാണ് ഇത് വില്യം കോട്ട, അല്ലെങ്കിൽ ഫോർട്ട് വില്യം എന്നറിയപ്പെടുന്നത്. ക്രമേണ ഈ പ്രദേശം പട്ടണമായി മാറുകയും ഈ സ്ഥലം പിന്നീട് കൽക്കത്ത എന്ന് അറിയപ്പെടുക. അപ്പൊ ഈ പേര് കേട്ട കാലിക്കട്ട എന്ന് കേട്ടാലും നമുക്ക് മനസ്സിലാവും അതെന്തായിട്ട് മാറിയതാണ്, കൽക്കത്തയായിട്ട് മാറിയതാണ്. അപ്പൊ എന്തുണ്ടായി? കാലിക്കട്ട, ഗോവിന്ദപൂര്, സുനദനി 1698 ഈ ഗ്രാമങ്ങൾക്ക് സുനദനി അല്ല സുധനദി ഇതിന് ചുറ്റുമായിട്ട് അവർ കെട്ടിയ ഒരു കോട്ടയാണ് ഇത് വില്യം ഫോർട്ട് എന്ന് പറയുന്നത്. അത് പിന്നീട് ഒരു സിറ്റിയായി മാറുകയും അതിന്റെ പേര് കൊൽക്കത്ത എന്നായി മാറുകയും ചെയ്തു. അപ്പൊ ഈ ഒരു 3 ഭാഗം ഇമ്പോർട്ടന്റ് ആണ്. ഇത് 3 ഭാഗം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. SCRT പറഞ്ഞിരിക്കുന്ന ഭാഗമായതുകൊണ്ട് തന്നെ അത് ഒന്നും കൂടി നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു ഭാഗം കൂടിയാണ്. നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ പറയുന്നതിൽ ഉചിതമായ പ്രസ്താവന കണ്ടെത്തുക. ശരിയാണോ തെറ്റാണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. താഴെ പറയുന്നതിൽ ഉചിതമായ പ്രസ്താവന കണ്ടെത്തുക. ഒന്നാമത്തെ ചോദ്യം, 3 ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളാണ് നടന്നിട്ടുള്ളത്. 1799 ടിപ്പു സുൽത്താൻ വധിക്കപ്പെടുന്നത്. മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലാകാൻ കാരണമായ ആംഗ്ലോ മൈസൂർ യുദ്ധമാണ്. ആംഗ്ലോ സിഖ് യുദ്ധത്തിലൂടെയാണ് പഞ്ചാബ് ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ കീഴിലായത്. ഓക്കെ, ഇത് ശരിയാണ് അല്ലെ. 1799 മൈസൂർ യുദ്ധങ്ങൾ നടക്കുന്ന സമയത്ത് അവസാനത്തെ മൈസൂർ യുദ്ധത്തിലാണ് ആര് വധിക്കപ്പെടുന്നത്? ടിപ്പു സുൽത്താൻ വധിക്കപ്പെടുന്നത്. 2 ശരിയാണെങ്കിൽ ഈ പോയിന്റ് പോയി. 2 ശരിയാണെങ്കിൽ ആ പോയിന്റ് പോയി. നോക്കൂ, മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലാവാൻ കാരണമായത് മൈസൂർ യുദ്ധമാണ്, ആംഗ്ലോ മൈസൂർ യുദ്ധം. നമുക്കറിയാം അല്ലെ, ശ്രീരംഗപട്ടണ ഉടമ്പടിയോട് കൂടിയിട്ടാണ് അതങ്ങനെ ആവുന്നത് എന്നൊക്കെ നമുക്ക് അറിയാം. അപ്പൊ 3 ശരിയാണെങ്കിൽ എന്ത് സംഭവിക്കും? 3 ശരിയാണെങ്കിൽ എല്ലാത്തിലും 3 ഉണ്ട്, ഒന്നും സംഭവിക്കില്ല. ആംഗ്ലോ സിഖ് യുദ്ധത്തിലൂടെയാണ് പഞ്ചാബ് ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ കീഴിലാകുന്നത്. 3 ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളാണ് നടന്നിട്ടുള്ളത്. ശരിയാണോ? അല്ല. 1799 നടക്കുന്നത് 4ാം മൈസൂർ യുദ്ധമാണ്. അതിന്റെ അർത്ഥം ഈ പോയിന്റ് തെറ്റാണ്. 1 തെറ്റാണെങ്കിൽ ഇത് പോവും, ഇത് പോവും. ഉത്തരം എന്താണ്? 2, 3, 4 ശരി. അപ്പൊ ഇവിടെ നമ്മൾ പഠിച്ചു പോകേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? 4 മൈസൂർ യുദ്ധങ്ങളാണ് നടന്നിട്ടുള്ളത്. എത്രയാണ്? 4 മൈസൂർ യുദ്ധങ്ങളാണ് നടന്നിട്ടുള്ളത്. 1799 4ാം മൈസൂർ യുദ്ധത്തിലാണ് ടിപ്പു സുൽത്താൻ വധിക്കപ്പെടുന്നത്. ഈ ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് മദ്രാസ്, മലബാർ ആരുടെ കീഴിലാകുന്നത്? ഈ പറയുന്ന ബ്രിട്ടീഷുകാരുടെ കീഴിലാകുന്നത്. ആംഗ്ലോ സിഖ് യുദ്ധങ്ങൾ, അതില സിഖ് അല്ലെ, സിഖ് എവിടെ? പഞ്ചാബില്. പഞ്ചാബ് ബ്രിട്ടീഷുകാർക്ക് കിട്ടാൻ കാരണമായത് ആംഗ്ലോ സിഖ് യുദ്ധങ്ങളാണ്. 2, 3, 4 ശരി. ഒന്നാമത്തെ തെറ്റ് നോക്കാം. അതും ടിപ്പു സുൽത്താന്റെ ഒരു ചിത്രമൊക്കെ കൊടുത്തിട്ട് ആ ചാപ്റ്ററിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? നാട്ടുരാജ്യങ്ങളും കമ്പനിയും. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ യുദ്ധങ്ങളിലൂടെയും നയതന്ത്രത്തിലൂടെയുമാണ് ബ്രിട്ടീഷുകാർ കീഴടക്കിയത്. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ യുദ്ധങ്ങളിലൂടെയും നയതന്ത്രത്തിലൂടെയാണ് ബ്രിട്ടീഷുകാർ കീഴ്പ്പെടുത്തിയത്. ദക്ഷിണേന്ത്യയിലെ നാട്ടുരാജ്യമായിരുന്നു മൈസൂരും. ദക്ഷിണേന്ത്യയിലെ ഒരു നാട്ടുരാജ്യമായിരുന്നു മൈസൂരും. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടന്ന യുദ്ധമാണ് ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ. മൈസൂർ ഭരണാധികാരിയായിരുന്ന ഹൈദരാലി മകൻ ടിപ്പു സുൽത്താനുമാണ് മൈസൂർ സേനയെ നയിച്ചത്. 2 പേരാണ് ആ യുദ്ധത്തിൽ പങ്കെടുത്ത മൈസൂർ സുൽത്താൻമാര്. ഒന്ന് ടിപ്പു സുൽത്താനും ഒന്ന് അദ്ദേഹത്തിന്റെ പിതാവായിരുന്ന ഹൈദരാലിയും. 4 തവണ കണ്ടോ, ശരിക്കും കൊടുത്തിട്ടില്ലേ? 4 തവണ ആരൊക്കെ തമ്മിൽ ഏറ്റുമുട്ടി? 4 തവണ കമ്പനിയും സൈന്യവും മൈസൂർ സുൽത്താൻമാരും കൂടിയിട്ട് ഏറ്റുമുട്ടിയിട്ട്. അപ്പൊ അതിന്റെ അർത്ഥം 4 ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. 1782 2ാം ആംഗ്ലോ മൈസൂർ യുദ്ധം നടക്കുന്ന സമയത്താണ് ആര് മരണപ്പെടുന്നത്? ഈ പറയുന്ന ഹൈദരാലി മരിക്കുന്നത്. ആ 782 ആര് വരുന്നത്? ടിപ്പു സുൽത്താൻ സേനയെ നയിക്കാൻ വരുന്നത്. 1799 4ാം മൈസൂർ യുദ്ധത്തിൽ കമ്പനി സൈന്യം ടിപ്പു സുൽത്താനെ വധിച്ചതോടെ മൈസൂർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? 2ാം മൈസൂർ യുദ്ധത്തിലാണ് ടിപ്പു സുൽത്താൻ ശരിക്കും വരുന്നത്. 4ാം മൈസൂർ യുദ്ധത്തിൽ ആര് മരണപ്പെട്ടു? ടിപ്പു സുൽത്താൻ വധിക്കപ്പെട്ടു എന്ന് പറയാം.
ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മറാത്ത രാജ്യവും തമ്മിൽ നടന്നതാണ് ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ. രണ്ടാമത്തെ യുദ്ധങ്ങൾ മൈസൂർ യുദ്ധങ്ങൾ കഴിഞ്ഞു, മറാത്ത യുദ്ധങ്ങൾ. മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തോട് കൂടിയിട്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ മറാത്ത ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ഈ ബ്രിട്ടീഷ്. അപ്പോൾ 3 മറാത്ത യുദ്ധങ്ങൾ. മൈസൂരാണെങ്കിൽ 4 അല്ലെ, മൈസൂർ യുദ്ധങ്ങള് 4, മറാത്ത യുദ്ധങ്ങള് 3. മൂന്നാം മറാത്ത യുദ്ധത്തോട് കൂടിയിട്ട് എന്തുണ്ടായി? മറാത്ത ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലായി. ഇനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും സിഖുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ്. കമ്പനിയും സിഖുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് നമ്മൾ എന്ത് പറയാ? ആംഗ്ലോ സിഖ് യുദ്ധങ്ങൾ. യുദ്ധങ്ങളിലെ സിഖുകാരുടെ പരാജയത്തോട് കൂടിയിട്ട് പഞ്ചാബ് ബ്രിട്ടീഷുകാരുടെ കീഴിലായി. അപ്പൊ മൈസൂര്, പഞ്ചാബ്, മറാത്ത പോലെയുള്ള പ്രദേശങ്ങൾ എങ്ങനെയാണ് ബ്രിട്ടീഷുകാരുടെ കീഴിലായി എന്നുള്ളതാണ് ഈ ഒരു പാരഗ്രാഫിൽ കൃത്യമായിട്ട് പറയുന്നത്. 4 ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളും 3 മറാത്ത യുദ്ധങ്ങളും 3 സിഖ് യുദ്ധങ്ങളുമാണ് ശരിക്കും നടന്നിട്ടുള്ളത്. അപ്പോൾ മൈസൂർ യുദ്ധത്തിൽ 4ാം മൈസൂർ യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ വധിക്കപ്പെടുകയും അങ്ങനെ മലബാർ ഉൾപ്പെടുന്ന മദ്രാസ് ആർക്ക് കിട്ടുകയും ചെയ്തു? ബ്രിട്ടീഷുകാർക്ക് കിട്ടുകയാണ് ചെയ്തത്. ഓക്കെ, നമ്മൾ അതുമായി ബന്ധപ്പെട്ട് മൈസൂർ യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഒരു അഡീഷണൽ പോയിന്റ് പറയാണ് കേട്ടോ. ഒന്ന് 1767 മുതൽ 69 വരെയാണ് ഫസ്റ്റ് ആംഗ്ലോ മൈസൂർ വാർ നടക്കുന്നത്. ഒന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം നടന്നത് 1767 മുതൽ 69 വരെയാണ്. അത് അവസാനിപ്പിച്ച ഉടമ്പടി എന്ന് പറയുന്നത് മദ്രാസ് ഉടമ്പടിയാണ് 69. ഒന്നാമത്തെ അവസാനിക്കാൻ കാരണം മദ്രാസ് ഉടമ്പടി 1769. രണ്ടാം മൈസൂർ യുദ്ധം ആരംഭിക്കുന്നു 80 to 84. 700 ആണ് കേട്ടോ. 1784. 1780 മുതൽ 1784 വരെ 1784 വരെ രണ്ടാം മൈസൂർ യുദ്ധം. ഈ രണ്ടാം മൈസൂർ യുദ്ധത്തില് ഒരു കാര്യം സംഭവിച്ചു. 1782 പകുതി ആവുന്ന സമയത്ത് ഹൈദരാലി മരണപ്പെട്ടു. അപ്പൊ ആ യുദ്ധത്തിലാണ് ആര് വരുന്നത്? ടിപ്പു സുൽത്താൻ യുദ്ധത്തിലേക്ക് പ്രവേശിക്കുന്നത്. അത് അവസാനിപ്പിച്ച ഉടമ്പടിയാണ് മംഗലാപുരം ഉടമ്പടി 1784. മൂന്നാം മൈസൂർ യുദ്ധം ആരംഭിക്കുന്ന 790 മുതൽ 92 വരെ. ആ യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണ ഉടമ്പടി 792. ഈ ശ്രീരംഗപട്ടണ ഉടമ്പടി പ്രകാരമാണ് മദ്രാസ് ആർക്ക് കിട്ടുന്നത്? ബ്രിട്ടീഷുകാർക്ക് കിട്ടുന്നത്. അപ്പൊ മദ്രാസ് കിട്ടിയ ഉടമ്പടി ഏതാ ചോദിച്ചാൽ മദ്രാസ് ഉടമ്പടി അല്ല. മദ്രാസ് കിട്ടാൻ കാരണമായ ഉടമ്പടി മദ്രാസ് ഉടമ്പടി അല്ല. അപ്പൊ നമുക്ക് തെറ്റാൻ സാധ്യത, പുതിയ ആൾക്കാരൊക്കെയാണ് തെറ്റാൻ സാധ്യത. ഏത് ഉടമ്പടി പ്രകാരമാണ് മദ്രാസ് ബ്രിട്ടീഷുകാർക്ക് കിട്ടിയ വെച്ചാൽ ഓപ്ഷനിൽ മദ്രാസ് ഉടമ്പടി ഉണ്ടെങ്കിൽ കണ്ണും പൂട്ടി എഴുതും, തെറ്റും. എന്താണ്? ശ്രീരംഗപട്ടണ ഉടമ്പടി പ്രകാരമാണ് മദ്രാസ് ആർക്ക് കിട്ടുന്നത്? ബ്രിട്ടീഷുകാർക്ക് കിട്ടുന്നത്. ശരി, മദ്രാസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ എന്തും പെട്ടു? മലബാറും ഉൾപ്പെട്ടു. അപ്പൊ മലബാർ എന്നാണ് ബ്രിട്ടീഷുകാർക്ക് കിട്ടിയെന്ന് ചോദിച്ചാലും മദ്രാസ് എന്ന് കിട്ടിയെന്ന് ചോദിച്ചാലും ഉത്തരം ഒന്ന് തന്നെയാണ്. 1792 ശ്രീരംഗപട്ടണ ഉടമ്പടി പ്രകാരമാണ് മദ്രാസ് ആണെങ്കിലും മലബാർ ആണെങ്കിലും ആർക്ക് കിട്ടുന്നത്? ബ്രിട്ടീഷുകാർക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി 1799 ഉടമ്പടി ഒന്നും ഉണ്ടായില്ല. 4ാം മൈസൂർ യുദ്ധമാണ്. ടിപ്പു സുൽത്താൻ മരണപ്പെട്ടോട് കൂടിയിട്ട് പിന്നെ ഉടമ്പടിക്ക് ആവശ്യമില്ലല്ലോ, അങ്ങനെയാണ് ഉണ്ടായത്. ഓക്കെ, ഇനി ഒന്നാം ആംഗ്ലോ സിഖ് യുദ്ധം നടക്കുന്നത് 45 to 46 ആണ്. 845 മുതൽ 46 വരെ. അത് അവസാനിപ്പിച്ച ഉടമ്പടിയാണ് ലാഹോർ ഉടമ്പടി. ഏതാണ്? ലാഹോർ ഉടമ്പടി. ശ്രദ്ധിച്ചു വെക്കണം. ഒന്നാം ആംഗ്ലോ സിഖ് യുദ്ധം അവസാനിപ്പിച്ചതാണ് ലാഹോർ ഉടമ്പടി. രണ്ടാം ആംഗ്ലോ സിഖ് യുദ്ധം അവസാനിക്കുന്നത് 49 അതിൽ ഉടമ്പടി ഒന്നും ഉണ്ടായില്ല. കാരണം പൂർണ്ണമായിട്ടും എന്തുണ്ടായി? പഞ്ചാബ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തോടുകൂടി ലയിച്ചു. പിന്നെ ഉടമ്പടിയുടെ ആവശ്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 2 ആംഗ്ലോ സിഖ് യുദ്ധങ്ങളാണ്. നേരത്തെ 3 എന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞു തോന്നുന്നു, അത് തെറ്റാണ്. 2 ആംഗ്ലോ സിഖ് യുദ്ധങ്ങളാണ് പ്രധാനമായിട്ടും നടന്നിട്ടുള്ളത്. ആംഗ്ലോ സിഖ് യുദ്ധങ്ങൾ 845 to 46, 48 to 49. ഒന്നാം ആംഗ്ലോ സിഖ് യുദ്ധം അവസാനിച്ച ഉടമ്പടിയാണ് ലാഹോർ സന്ധി. ലാഹോർ സന്ധി സാധ്യത ഉണ്ടല്ലോ, പഞ്ചാബിന്റെ അപ്പുറത്തല്ലേ ഈ ലാഹോർ എന്ന് പറഞ്ഞ പ്രദേശം. അപ്പൊ ലാഹോർ ഉടമ്പടിക്ക് അവിടെ ഒരു സാധ്യത ഉണ്ട്. ഭൂപ്രദേശം അങ്ങനെ പഠിച്ചാൽ കുറച്ച് ഗുണങ്ങളുണ്ട് കേട്ടോ. ഏതൊക്കെ ഭാഗത്താണ് കിടക്കണമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അത് നോക്കാൻ പറ്റും. ഓക്കെ, 2 ആംഗ്ലോ യുദ്ധം. അപ്പൊ പഞ്ചാബ് പൂർണ്ണമായിട്ടും 2 ആംഗ്ലോ സിഖ് യുദ്ധത്തോട് കൂടിയിട്ട് ആരുടെ കീഴിലായി? ഈ പറയുന്ന ബ്രിട്ടീഷുകാരുടെ കീഴിലായി. നിങ്ങൾക്ക് ഈ പറയണത് എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടെങ്കിൽ ഒന്ന് ബാക്ക്വേർഡ് അടിച്ചിട്ട് ഒന്നുകൂടി കേട്ടോളൂ കേട്ടോ. ചില വാക്കുകൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കേട്ടോളൂ, വീണ്ടും ക്ലാസ്സുകൾ കേട്ടോളൂ പറയുന്ന പോയിന്റുകൾ. ഓക്കെ, ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ.
ബ്രിട്ടീഷുകാരുടെ നികുതി സമ്പ്രദായം കർഷകരെ ബാധിച്ചത് എങ്ങനെ? ഉചിതമായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ബ്രിട്ടീഷുകാരുടെ നികുതി സമ്പ്രദായം കർഷകരെ ബാധിച്ചത് എങ്ങനെ? ഉചിതമായ പ്രസ്താവന തെരഞ്ഞെടുക്കുക. എത്രാമത്തെ ക്വസ്റ്റ്യനാണ്? ശരി. കൃഷിഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ പണമിടപാടുകാരിൽ നിന്നും പണം കടം വാങ്ങാൻ കർഷകർ നിർബന്ധിതരായി. സ്വാഭാവികമാണ് അല്ലെ? നികുതി കൊടുക്കാൻ പൈസ ഇല്ല. എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? കർഷകര് പണമിടപാടുകാർ മണി ലെൻഡേഴ്സിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? പണം കടം വാങ്ങിയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് അതിന് നിർബന്ധിതരായി. നികുതി എന്തായാലും കൊടുക്കണമല്ലോ. കൃഷി ഇറക്കണമെങ്കിൽ നികുതി കൊടുക്കണം. നികുതി കൊടുക്കാനുള്ള പൈസ വരുമാനമില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് അവർ എന്തിനു മണി ലെൻഡേഴ്സിൽ നിന്ന് പൈസ കടം വാങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പൊ ഈ പോയിന്റ് ശരിയാണ്. കർഷകരുടെ ഭൂമി പിടിച്ചെടുക്കാനുള്ള അധികാരം പണമിടപാടുകാർക്ക് ഉണ്ടായിരുന്നു അല്ലെ? പൈസ കൊടുത്തു, അത് തിരിച്ചടച്ചില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ആ ഭൂമി പിടിച്ചെടുക്കാൻ തയ്യാറാവും. ആര്? ഈ പറഞ്ഞ പണമിടപാടുകാര്. അപ്പൊ അതും ശരിയാണ്. ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥ പണമിടപാടുകാരെ പ്രോത്സാഹിപ്പിക്കുന്നതായിരുന്നു. അയ്യോ, ശരിയല്ലേ? നികുതി എത്രത്തോളം കൂട്ടണോ അത്രത്തോളം പണമിടപാടുകാരിൽ നിന്ന് ആര് കടം മേടിക്കും? കർഷകർ കടം മേടിക്കും. അപ്പൊ ആ പോയിന്റും ശരിയാണ് അല്ലെ? കടക്കണിയിൽ പെട്ട കർഷകർക്ക് ഭൂമി നഷ്ടപ്പെട്ടു. സ്വാഭാവികം. അത് അടയ്ക്കാൻ പറ്റിയില്ല. കർഷകരുടെ ഭൂമി ഒന്നുകിൽ പണമിടപാടുകാർ കൊണ്ടുപോകും, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാര് കൊണ്ടുപോകും. അപ്പൊ ഈ 4 പോയിന്റ് കണക്റ്റഡ് ആണ്. ഇത് SCRT ആ ചാപ്റ്ററിൽ പറയുന്ന ഒരു ഭാഗമായതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ നമ്മൾ എടുത്തത്. അപ്പൊ കൃഷിഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ പണമിടപാടുകാരിൽ നിന്ന് പണം കടം കൊണ്ടു. ശരിയാണ്. എല്ലാം ശരി. എല്ലാം ശരി എന്നുള്ള പോയിന്റ് ഉണ്ടോ? ഉണ്ട്. എല്ലാം ശരി. എല്ലാം ശരി. ഓക്കെ അല്ലേ? ഞാൻ അതിന്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇതൊക്കെ എടുക്കണോ മുതലേ? എന്താണ് കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ് സംഭവിച്ചത് എന്ന്. ഇന്ത്യയിലെ കർഷകർക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഈ ചാപ്റ്ററിൽ ഈ ഭാഗത്ത് കൃത്യമായിട്ട് പറയുന്നത്. ബ്രിട്ടീഷുകാരുടെ നികുതി സമ്പ്രദായത്തിന്റെ ഫലമായി കൃഷിഭൂമി നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി പണമിടപാടുകാരിൽ നിന്ന് മണി ലെൻഡേഴ്സിൽ നിന്ന് പണം കടം വാങ്ങാൻ കർഷകർ നിർബന്ധിതരായി. ആ പോയിന്റാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ശരിയാണ്. തന്മൂലം കർഷകർ കടക്കെണിയിലായി. അതും നമ്മൾ പറഞ്ഞു. ഇവരുടെ ഭൂമി പിടിച്ചെടുക്കാനുള്ള അധികാരം പണമിടപാടുകാർക്ക് ഉണ്ടായിരുന്നു. അതും ശരിയാണ്. ബ്രിട്ടീഷുകാരുടെ പുതിയ നിയമവ്യവസ്ഥയും ഭൂനികുതി സമ്പ്രദായങ്ങളും പണമിടപാടുകാരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. എത്ര കഷ്ടപ്പാട് വരുന്നോ കർഷകർക്ക് അത്രത്തോളം കടം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ കടം കൊടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രോത്സാഹനമായിരുന്നു അല്ലെ? ഭക്ഷ്യവിളകൾക്ക് പകരം ബ്രിട്ടീഷുകാർക്ക് ആവശ്യമായ നീലം, പരുത്തി തുടങ്ങിയ നാണ്യവിളകൾ കൃഷി ചെയ്യാൻ ബ്രിട്ടീഷുകാർ കർഷകരെ നിർബന്ധിച്ചു. അപ്പൊ അതാണ് ബംഗാളിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഭക്ഷ്യവസ്തുക്കളാണ് അവർ പ്രധാനമായിട്ടും കൃഷി ചെയ്തിരുന്നത്. പക്ഷെ ഇവർക്ക് വേണ്ടത് ഭക്ഷ്യവസ്തുക്കളല്ല. ഇവർക്ക് വേണ്ടത് നീലം പോലെ, പരുത്തി പോലെയുള്ള വാണിജ്യ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള വിളകളാണ് വേണ്ടത്. അപ്പൊ അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് നിർബന്ധിച്ചു. നാണ്യവിളകളുടെ വ്യാപനം ഭക്ഷ്യവിളകൾ കുറയുന്നതിനും ഭക്ഷ്യക്ഷാമത്തിന് കാരണമാവുകയും ചെയ്തു. വലിയൊരു പോയിന്റ് ആണ് കേട്ടോ. ഈ പരുത്തിയും അതുപോലെ നീലവും കൃഷി ചെയ്തിട്ട് അത് കഴിക്കാൻ പറ്റില്ലല്ലോ. കഴിക്കാൻ വേണ്ട സാധനങ്ങളുടെ ഭാഗത്ത് ആ കൃഷി അവസാനിപ്പിച്ചിട്ട് ഇത് തുടങ്ങിയോട് കൂടിയിട്ട് ഭക്ഷ്യക്ഷാമാവും. സ്വാഭാവികം. കാർഷിക മേഖലയിൽ വർദ്ധിച്ചു വന്ന ഈ വാണിജ്യവൽക്കരണം കർഷകരെ ചൂഷണം ചെയ്യാൻ പണമിടപാടുകാരെ സഹായിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൈസ ഇല്ലാതിരിക്കുന്ന ആൾക്കാരെ അടുത്ത് എന്നിട്ട് ഇപ്പൊ അതിന്റെ മോഡേൺ ആയിട്ടുള്ള ഒരു വേർഷൻ ഒക്കെ കാണാനുണ്ട് നമ്മുടെ നാട്ടില്. പൈസ വേണം. പക്ഷെ പൈസ വേണം ചോദിക്കുന്നത് പ്രശ്നമുണ്ട്. പലിശ ഉണ്ട്. പലിശ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ, പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ സ്ഥലം അവർ കൊണ്ടുപോകും. ഓക്കെ, അങ്ങനെ സഹായിച്ചു. വിളവെടുത്തു കഴിഞ്ഞാൽ കർഷകന് കിട്ടുന്ന വിലയ്ക്ക് കാർഷികോൽപ്പന്നങ്ങൾ വിൽക്കേണ്ടി വന്നു. അതായത് കടം വീട്ടണ്ടേ, വില പേശാനൊന്നും നേരമില്ല. വിളവെടുത്തു കഴിഞ്ഞാൽ കിട്ടിയ വിലയ്ക്ക് കൊടുക്കുക, കടം വീട്ടുക എന്നുള്ള രീതിയിലേക്ക് കർഷകർക്ക് അധപ്പതിക്കേണ്ടി വന്നത് ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായ ഈ മണി ലെൻഡേഴ്സിന്റെ അമിതമായിട്ടുള്ള പണം നൽകലും ബ്രിട്ടീഷുകാരുടെ അനധികൃതമായിട്ടുള്ള നികുതി ചുമത്തലൊക്കെയാണ്. അപ്പൊ അതാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. ബ്രിട്ടീഷുകാർ നടപ്പാക്കിയ ഭൂനികുതി നയങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നികുതിയുമായി ബന്ധപ്പെട്ട ചോദ്യമായതുകൊണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഏതൊക്കെ ഭാഗത്ത് എന്തൊക്കെ നികുതി സമ്പ്രദായങ്ങൾ നടപ്പാക്കിയിട്ടുണ്ടെന്നാണ് നോക്കുന്നത്. നികുതി ഏതത് SCRT ഒരു ഭാഗമാണ്. SCRT കൃത്യമായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നുണ്ട്. നികുതി നടപ്പിലാക്കിയ പ്രദേശങ്ങൾ, നടപ്പിലാക്കിയ വ്യക്തി, സവിശേഷത. ഓക്കെ, നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ഭാഗമാണ്. എപ്പോഴും ചോദ്യം വരുന്ന ഭാഗമാണ്. ഇത് പഠിച്ചാൽ ഈ ഭാഗത്ത് നിന്ന് ചോദ്യത്തിന് ഉത്തരം കിട്ടും. നികുതി പേര് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ്. പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് മീൻസ് ശാശ്വതം എന്ന് പറഞ്ഞ പെർമനന്റ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ 1793. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ 1793. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ 1793. പ്രധാനമായും ബംഗാള്, ബീഹാർ, ഒഡീഷ
ബംഗാള്, ബീഹാർ, ഒഡീഷ. ഇതെന്താ ഞാൻ എഴുതുന്നത്? ബംഗാള്, ബീഹാർ, ഒഡീഷ. 3 സ്ഥലങ്ങൾ. ബംഗാൾ, ബീഹാർ, ഒഡീഷയിലാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് 793. തെറ്റരുത്, 793, 1790 കൊണ്ടുവന്ന വ്യക്തി കോൺവാലിസ്. ആരാണ്? കോൺവാലിസ്. അപ്പൊ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ 1793 കൊണ്ടുവന്നത് ബംഗാള്, ബീഹാർ, ഒഡീഷ എന്ന് പറഞ്ഞ പ്രദേശത്താണ്. കോൺവാലിസ് പ്രഭു ആയിരുന്നു. ഓക്കെ, അതിന്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞ സവിശേഷതകൾ എന്താണ്? ഭൂവുടമകളായിരുന്ന സെമീന്ദർമാർ. അപ്പൊ സെമീന്ദർമാർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഭൂമിയുടെ ഉടമകളാണ്. ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഉയർന്ന നിരക്കിൽ നികുതി പിരിച്ചു. കാരണം അതൊന്ന് ചെറിയ കമ്മീഷൻ പിടിച്ചിട്ട് വേണ്ട അവർക്ക് ബ്രിട്ടീഷുകാർക്ക് കൊടുക്കാൻ. അപ്പൊ നികുതി ഒന്ന് അമിതമായിട്ട് കൂട്ടിയിട്ട് നികുതി പിരിക്കുക. അപ്പൊ കുറച്ച് പൈസ അവർക്ക് എടുക്കാം, ബാക്കി ആർക്ക് കൊടുക്കാം? നമ്മുടെ ബ്രിട്ടീഷുകാർക്ക് കൊടുക്കാം. അപ്പൊ ഭൂവുടമകളായിരുന്ന വ്യക്തികളാണ് ബംഗാളില്, ബീഹാറില്, ഒറീസയില് ഭൂവുടമകളായിരുന്ന വ്യക്തികളാണ് ആര്? സെമീന്ദർമാര്. ആ സെമീന്ദർമാർ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഉയർന്ന നിരക്കിൽ നികുതി പിരിച്ചു. വിളവിലുള്ള ഏറ്റക്കുറച്ചിലുകൾ പരിഗണിക്കാതെ നിശ്ചിത തുക നിർബന്ധമായും നികുതി നൽകണം. അതാണ് ഒരു പെർമനന്റ് കണ്ട ശാശ്വത ഭൂനികുതിയാണ്. അതായത് വിളവ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്ത് ചെയ്തോളണം? ആ നികുതി കൊടുത്തോളണം. അപ്പൊ 15 രൂപ എന്ന് പറഞ്ഞാൽ വിളവ് ഉണ്ടെങ്കിലും കച്ചവടം ഉണ്ടെങ്കിലും പൈസ വന്നാലും വന്നില്ലെങ്കിലും നികുതി 15 രൂപയായിട്ട് തന്നെ കൊടുത്തിരിക്കണം എന്ന് വിചാരിക്കുക. അതാണ് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു സവിശേഷത. ഏതുമായി ബന്ധപ്പെട്ട്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. അപ്പൊ ശാശ്വതമാണ്, പെർമനന്റ് എമൗണ്ട് ആണ് അല്ലെ? അപ്പൊ പെർമനന്റ് എമൗണ്ട് കൊടുക്കണം. ആ എമൗണ്ട് കൂട്ടി വെച്ചിട്ടാണ് സെമീന്ദർമാര് പിരിച്ചിരുന്നത്. കാരണം ബ്രിട്ടീഷുകാർക്ക് ഇടയിൽ നിൽക്കുന്നത് അവരാണ്. അപ്പൊ ഈ ഒരു ഭാഗം ഓക്കെ അല്ലേ? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ 1793 ബംഗാള്, ബീഹാർ, ഒഡീഷ പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ്. ഓക്കെ, കോൺവാലിസ് പ്രഭു ഭൂവുടമകളായിരുന്ന സെമീന്ദർമാരായിരുന്നു. അമിത നികുതി പിരിച്ചു. അതുപോലെ തന്നെ ഫിക്സ്ഡ് റേറ്റ് ആയിരുന്നു ടാക്സിന് ഉണ്ടായിരുന്നത്. അടുത്തത് റൈറ്റ് വാരി. എല്ലാം കൈയിട്ട് വരുന്ന പരിപാടി തന്നെ. എന്താണ് റൈറ്റ് വാരി സിസ്റ്റം? 820 കാണാത്തവർക്ക് വലുതാക്കിയിട്ട് എഴുതുന്നുണ്ട്. 1820 റൈറ്റ് വാരി സമ്പ്രദായം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഡെക്കാൻ മേഖലയില് ദക്ഷിണ ഡെക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെക്കാൻ മേഖല എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ താഴത്തേക്ക്, ദക്ഷിണം എന്ന് പറഞ്ഞാൽ തെക്കില് തമിഴ്നാട്, ആന്ധ്ര, കർണാടക, കേരളം പോലെയുള്ള ഭാഗത്ത് പ്രധാനമായിട്ടും. ശരി, അത് പിരിച്ച ആൾക്കാർ അല്ലെങ്കിൽ അതിനെ നേതൃത്വം കൊടുത്ത ആൾ നടപ്പിലാക്കിയ വ്യക്തികളാണ് ആര്? തോമസ് മൺറോ, അലക്സാണ്ടർ റീഡ്. റൈറ്റ് വാരി റീഡ് അങ്ങനെ പഠിക്കും. റൈറ്റ് വാരി അലക്സാണ്ടർ റീഡും തോമസ് മൺറോ അങ്ങനെ പഠിച്ചാൽ മതി. അപ്പൊ എന്നുള്ള വാക്ക് വെച്ചിട്ട് എന്തൊക്കെ വേണ്ടില്ലേ എങ്ങനെയെങ്കിലും ഇത് ഈ ചോദ്യം വന്നു കഴിഞ്ഞാൽ തെറ്റാഞ്ഞാൽ മതി. എപ്പോഴും തെറ്റാവുന്ന ഒരു മേഖല ആണ് ഇത്. കാരണം ആരാണ് നികുതി കൊടുന്നത്, എപ്പോഴാണ് കൊടുന്നത്, അത് ഏതൊക്കെ പ്രദേശത്താണ്, എപ്പോഴും തെറ്റും. പെർമനന്റ് ആണെങ്കിൽ ബംഗാൾ, ബീഹാർ, ഒഡീഷ അല്ലെ? കോൺവാലീസ്. പിന്നെ നമ്മൾ പറഞ്ഞു സെമീന്ദർമാരുണ്ടായിരുന്നു അവിടെ. പിന്നെ അവരെന്ത് ചെയ്തു? അവര് ഫിക്സ്ഡ് റേറ്റ്, പെർമനന്റ് റേറ്റ് വെച്ചു. അപ്പൊ അത് കിട്ടി. ഇവിടെ എന്താണ്? റയട്ട് വാരി 820. മറ്റേത് 793. 820 റയട്ട് വാരി മൺറോ, അലക്സാണ്ടർ റീഡ് അല്ലെ? റയട്ട് റീഡ് മൺറോ, തോമസ് മൺറോ, അലക്സാണ്ടർ റീഡ്. എവിടെയാണ്? ദക്ഷിണ ഡെക്കാൻ, അതായത് ഡെക്കാനിന്റെ തെക്ക് ഭാഗത്ത്. ഇവിടെ വ്യത്യാസമുണ്ട്. കർഷകരെ എന്തായിട്ട് കണക്കാക്കി? ഭൂവുടമകളായിട്ട് പരിഗണിച്ചു. കർഷകർ തന്നെയാണ് എന്ത്? ഭൂവുടമകൾ. ഇവനെന്ത് പറഞ്ഞു? ബ്രിട്ടീഷുകാർ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചു. സെമീന്ദർമാരില്ല. കാരണം ഈ കർഷകരെ എന്തായിട്ടാണ് കണക്കാക്കുന്നത്? ഭൂമിയുടെ ഉടമകളായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ അവര് തന്നെ അവിടെ കൃഷി ചെയ്യുക, അവരെ നേരിട്ട് നികുതി പിരിച്ചു. നികുതി നൽകുന്നതിൽ വീഴ്ച വരുത്തിയ കർഷകരുടെ ഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. സിമ്പിൾ ആയിട്ടുള്ള പരിപാടി. എന്താ ബുദ്ധി നോക്കിയേ. അതായത് കർഷകരെ ഭൂവുടമകളായിട്ട് കണക്കാക്കുക, എന്നിട്ട് അവരിൽ നിന്ന് നേരിട്ട് നികുതി പിരിക്കുക. നികുതി പിരിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യുക? ഭൂമി ഏറ്റെടുക്കുക ബ്രിട്ടീഷുകാർ. വളരെ സ്മൂത്ത് ആയിട്ട് ഭൂമി കയ്യിലാവും. അതാണ് റൈറ്റ് വാരി എടുക്കുക എന്ന് വിളിച്ചാൽ മതി. ഡയറക്റ്റ് ഇടനിലക്കാരനൊന്നുമില്ല, ഡയറക്റ്റ് റൈറ്റ് വാരി എടുക്കുക. ഞാൻ പറയുന്ന രീതിയാണ് കേട്ടോ, അതൊന്നല്ല അതിന്റെ അർത്ഥം. എന്നാലും റൈറ്റ് വാരി എടുക്കുക, കർഷകരിൽ നിന്ന് തന്നെ വാരി എടുക്കുകയാണ് ആര് ചെയ്തത്? ബ്രിട്ടീഷുകാർ. അത് ചെയ്ത ആൾക്കാരുടെ പേര് ചേർത്ത് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. മൺറോ, റീഡ്, അലക്സാണ്ടർ റീഡ്, മൺറോ. ഇനി മഹൽവാരി
മഹൽവാരി സമ്പ്രദായം 822-ലാണ്. ആ 3 വർഷങ്ങൾ ഞാനിവിടെ എഴുതുകയാണ്. 1793 കോൺവാലീസിന്റെ ഏത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, 820 റൈറ്റ് വാരി, 822 മഹൽവാരി. മഹൽവാരി എന്ന് പറയുന്നത് ഉത്തരേന്ത്യയിലാണ്, മധ്യേന്ത്യയിലാണ്, പഞ്ചാബിലാണ്. ഉത്തരേന്ത്യ, മധ്യേന്ത്യ, പഞ്ചാബ്. മധ്യേന്ത്യ എന്ന് പറഞ്ഞാൽ ഡെക്കാന്റെ വടക്കൻ മേഖല, മാൾവ മേഖല. പഞ്ചാബ്, ഉത്തരേന്ത്യയിലാണ് പ്രധാനമായിട്ടും എന്തുണ്ടാവുന്നത്, ഈ മഹൽവാരി. മഹൽ മധ്യപ്രദേശിലാണ്. അങ്ങനെ പഠിച്ച മധ്യേന്ത്യ എന്ന് പറഞ്ഞാൽ മധ്യപ്രദേശ് അല്ലേ. മഹൽവാരി പഞ്ചാബ്, ഉത്തരേന്ത്യ, മധ്യേന്ത്യ. ഹോൾട്ട് മക്കൻസി ഒക്കെയിലും മാണ്ട്. മഹൽവാരിയിൽ മാണ്ട്, മധ്യേഷ്യയിൽ മാണ്ട്, മധ്യേന്ത്യയിൽ മാണ്ട്, മക്കൻസിയിൽ മാണ്ട്. ഇങ്ങനെയൊക്കെ പഠിക്കണ്ടേ? അപ്പൊ അത് പഠിക്കുക. മക്കൻസി, ഹോൾട്ട് മക്കൻസി, മധ്യേന്ത്യ, പഞ്ചാബ്, അതുപോലെ തന്നെ ഉത്തരേന്ത്യയിലാണ് മക്കൻസിൽ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഗ്രാമത്തെ മുഴുവൻ ഒരു യൂണിറ്റ് ആയിട്ട് കണക്കാക്കി നികുതി പിരിച്ചു. ഗ്രാമത്തെ ഒരു യൂണിറ്റ് ആയിട്ട് കണക്കാക്കി നികുതി വീഴ്ച വരുത്തുന്ന ഗ്രാമത്തെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യും? കുറച്ചും കൂടി എളുപ്പമുള്ള പരിപാടിയാണ്. നല്ല ബുദ്ധിയ ബ്രിട്ടീഷുകാർക്ക്. എന്താണ് മറ്റേത്? ഓരോരുത്തരുടെ നിന്നുള്ള ഭൂമിയെ കിട്ടുള്ളൂ. ഇതിന് പകരമായിട്ട് ഇവിടെ എന്ത് ചെയ്തു? ഒരു ഗ്രാമത്തിനെ ഒരു യൂണിറ്റ് ആയിട്ട് കണക്കാക്കുക. എന്നിട്ട് അതിന് കൃത്യമായിട്ടുള്ള ഒരു നികുതിയെ നിശ്ചയിച്ചു കൊടുക്കുക. അടയ്ക്കാൻ പറ്റാത്ത നികുതിയാണ് കൊടുക്കുക. അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ഗ്രാമത്തെ ഒന്നിച്ച് ഏറ്റെടുക്കുക ബ്രിട്ടീഷുകാർ. ശുഭം. ഓക്കെ. അപ്പൊ ഈ 3 തരം നികുതികളാണ് ഉണ്ടായത്. അപ്പൊ ഏതൊക്കെയാണ് നമ്മൾക്ക് ഒന്നും കൂടി പറഞ്ഞു നോക്കണം. പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ 793 വരുന്നു. അത് കോൺവാലീസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് പ്രധാനമായും ബംഗാൾ, ബീഹാർ, ഒറീസ എന്ന് പറഞ്ഞ പ്രദേശത്താണ് കണ്ടുവന്നിരുന്നത്. അതിനെങ്ങനെയാണ് ചെയ്തിരുന്നത്? കർഷകരുടെ ഭൂവുടമകൾ സെമീന്ദർമാരായിരുന്നു. സെമീന്ദർമാര് ഓവറായിട്ട് നികുതി പിരിക്കും. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർക്ക് എന്ത് ചെയ്യും? അവര് നികുതി കൊടുക്കും. വിളവിലുള്ള ഏറ്റക്കുറച്ചിലൊന്നും കണക്കാക്കില്ല, കാരണം പെർമനന്റ് അല്ലേ കൊടുക്കും. അടുത്തത് നമ്മൾ പറഞ്ഞ റൈറ്റ് വാരി മൺട്രോയും അലക്സാണ്ടർ റീഡുമാണ് കൊണ്ടുവരുന്നത്. അത് പ്രധാനമായിട്ടും ദക്ഷിണ ഡെക്കാൻ മേഖലയിലാണ്. അവിടെ കർഷകരെ ഭൂവുടമകളായിട്ട് കണക്കാക്കും. അവരിൽ നിന്ന് നേരിട്ടാണ് കർഷകരിൽ നിന്ന് ഭൂവുടമകളിൽ നിന്ന് നേരിട്ടാണ് നികുതി പിരിക്കുക. അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ അടുത്തോണ്ട് പോകും. ഓക്കെ. അത് കഴിഞ്ഞിട്ടാണ് മഹൽവാരി ഉത്തരേന്ത്യ, മധ്യേന്ത്യ, അതുപോലെ തന്നെ പഞ്ചാബ്. മധ്യേന്ത്യ ഹോൾട്ട് മക്കൻസി. ആരാണ്? ഹോൾട്ട് മക്കൻസി. ഇവിടെ ഒരു ഗ്രാമത്തെ ഒരു യൂണിറ്റ് ആയിട്ട് കണക്കാക്കും. അതിനുശേഷം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ യൂണിറ്റ് മൊത്തത്തിൽ നികുതി അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു ഗ്രാമത്തെ മൊത്തം ബ്രിട്ടീഷുകാരെ ഏറ്റെടുക്കും. അപ്പൊ ഇത്രയും വളരെ മോശപ്പെട്ട രീതിയിലുള്ള ഒരു നികുതി പിരിവാണ് അവിടെ നടന്നിരുന്നത്. ഇനി ആ പാഠത്തിൽ തന്നെ കുറച്ചും കൂടി ഒരു ഭാഗം പറയുന്നുണ്ട്. ബ്രിട്ടീഷുകാരുടെ നികുതി നയങ്ങൾ കർഷകരെ എങ്ങനെയെല്ലാം ബാധിച്ചു എന്ന് നമുക്ക് പരിശോധിക്കാം എന്ന് പറഞ്ഞാൽ ഇതൊരു ചോദ്യമായിട്ട് വരാമെന്നാണ് അതിന്റെ അർത്ഥം. SCRT-യിൽ ഇങ്ങനെ ഒരു ഭാഗം വന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതൊരു ചോദ്യമായിട്ട് മാറാം. കൃത്യമായിട്ട് 4 പോയിന്റ് ഉണ്ട്. ഇത് തെറ്റേത് ശരി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചോദ്യമായിട്ട് മാറി. അപ്പൊ ക്വസ്റ്റ്യൻ ഇടുന്ന വ്യക്തികൾ എന്ത് ചെയ്യാം? SCRT പാഠമാണ് വായിക്കുന്നതെങ്കിൽ ഇത് അങ്ങനെ തന്നെ ഇടാം. നോക്കാം. ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് ഉയർന്ന നിരക്കിലുള്ള നികുതി അടയ്ക്കാൻ കർഷകർ ബുദ്ധിമുട്ടി. നമ്മൾ ഇത്ര നേരം അതല്ലേ പറഞ്ഞിരുന്നത്. അപ്പൊ ഇനി ആ പോയിന്റ് വന്നാൽ തെറ്റില്ലല്ലോ. ഓക്കെ. വെള്ളപ്പൊക്കമോ വരൾച്ചയോ കൃഷിനാശം സംഭവിച്ചാലോ നികുതി ഇളവ് ലഭിച്ചില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഏത്? പെർമനന്റ് സെറ്റിൽമെന്റ് അല്ലെ. എന്തായത്? പെർമനന്റ് ടാക്സ് ആണ്. എന്തുണ്ടായാലും കാര്യമില്ല, ഏറ്റക്കുറച്ചിലുണ്ടായിട്ടൊന്നും കാര്യമില്ല, എമൗണ്ട് കൊടുക്കണം. അപ്പൊ ആ പോയിന്റ് ശരിയല്ലേ? കർഷകർക്ക് കൃഷിഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ പണമിടപാടുകാരെ ആശ്രയിക്കേണ്ടി വന്നു. നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യനില് മാക്സിമം കടം മേടിച്ചിട്ട് ഭൂമി നിലനിർത്താൻ വേണ്ടിയിട്ട് ആരും നോക്കി? ഈ കർഷകര് നോക്കലുണ്ടായി. കടക്കണിയിൽപ്പെട്ട കർഷകർക്ക് ഭൂമി നഷ്ടപ്പെട്ടു. സ്വാഭാവികം. ഇതാണ് നമ്മൾ ആ ക്വസ്റ്റ്യനില് കണ്ടത്. ഓക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ നീലം കർഷകരുമായി ബന്ധപ്പെട്ടാണ്. നീലം കലാപം, നീലം കർഷകർ എന്ത് സംഭവിച്ചു നോക്കാട്ടാ. നീലം കലാപവുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനയാണ് ചോദിക്കുന്നത്. 1858 ബംഗാളിൽ നടന്നു. തെറ്റാണ്. വർഷം 1859. കലാപത്തിന്റെ പ്രധാന നേതാവായിരുന്നു ദിഗംബർ വിശ്വാസ്. ശരിയാണ്. നീലം കർഷകരുടെ ദുരിതത്തെ ആസ്പദമാക്കിയ നാടകമാണ് നീൽ ദർപ്പൺ. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് ഏത്? നീൽ ദർപ്പൺ എന്ന് പറയുന്ന നാടകത്തെ കുറിച്ച്. അപ്പൊ അത് ശരിയാണ്. 2ഉം 3ഉം ശരിയാണ്. 2ഉം 3ഉം ശരി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ബി 2ഉം 3ഉം ശരിയാണ്. 2ഉം 3ഉം ശരിയാണ്. ബാക്കി അപ്പൊ എന്തുണ്ടായിരിക്കും? 3 ഓപ്ഷനേ ഉള്ളൂ അല്ലെ. അപ്പൊ 2ഉം 3ഉം ശരിയാണ്. ഇനി എന്താ ഇവിടെ നിന്ന് പഠിച്ചു പോകേണ്ടത്? എന്താണ്? കലാപത്തിന്റെ പ്രധാന നേതാവായിരുന്നു ദിഗംബർ ബിശ്വാസ്. ഇതാണ് ഇമ്പോർട്ടന്റ് ആണ്.
ദിഗംബർ വിശ്വാസ് SCRT-യിലുള്ള പേരാണ്. കർഷകരുടെ ദുരിതത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് നീൽ ദർപ്പൺ എന്ന് പറയുന്ന നാടകം. അത് ഇമ്പോർട്ടന്റ് ആണ്. എന്ത് സംഭവിച്ചു നോക്കാം. നീൽ ദർപ്പണെ പറ്റിയിട്ട് തന്നെ ആദ്യം തന്നെ പറയുന്നുണ്ട്. എന്താണ് നീൽ ദർപ്പൺ? ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങളെ ആസ്പദമാക്കി 1860 ദീനബന്ധുമിത്ര, ആരാണ് ദീനബന്ധുമിത്ര രചിച്ച നാടകമാണ് നീൽ ദർപ്പൺ. അപ്പൊ 3 പോയിന്റ് ഇവിടുന്ന് പഠിക്കാനുണ്ട്. ബംഗാളിലെ കർഷകരുടെ ദുരിതത്തെ ആസ്പദമാക്കിയിട്ടുള്ള നാടകമാണ്. എഴുതിയത് ദീനബന്ധുമിത്രയാണ്. നാടകത്തിന്റെ പേര് നീൽ ദർപ്പൺ എന്നാണ്. 1860 ആ നാടകം രചിക്കപ്പെടുന്നത്. അപ്പൊ 3 പോയിന്റും പഠിക്കണം. ബംഗാളിലെ നീലം കർഷകരുടെ ദുരിതമാണ്. ദീനബന്ധു മിത്രയാണ് എഴുതിയത്. 1860 രചിക്കപ്പെടുന്നത്. ഓക്കെ, നീൽ ദർപ്പണാണ് നാടകം. ഇനി ഇവിടേക്ക് നോക്കാം. കൃഷിയിൽ നിന്ന് കലാപത്തിലേക്ക് എന്ന് പറഞ്ഞൊരു ഭാഗം. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനെതിരെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക കലാപമായിരുന്നു ബംഗാളിലെ നീലം കർഷക കലാപം. നിങ്ങൾക്ക് കാണുന്നുണ്ടാ കർഷക കലാപം നടക്കുന്നത് 1859. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എവിടെ? 58. അപ്പൊ അത് തെറ്റാണ്. 1858. അപ്പൊ 1857 പ്രത്യേകത എന്താ? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ഉണ്ടാകുന്നു. 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പാസ്സാവുന്നു. വിളംബരം, രാജ്ഞിയുടെ വിളംബരത്തോട് കൂടിയിട്ട് ഇന്ത്യയെ ആരെ ഏറ്റെടുക്കുന്നു? വിക്ടോറിയ രാജ്ഞി ഏറ്റെടുക്കുന്നു. അതിനുശേഷമാണ് എന്ത് സംഭവിക്കുന്നത്? 1859 ഈ കർഷക കലാപം നടക്കുന്നത്. 1859 നീല കർഷകരുടെ കലാപം. അതിന്റെ കാരണങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇതും ഒരു ചോദ്യമായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. ബ്രിട്ടീഷുകാരനായ തോട്ടക്കാർ, ഇൻഡിഗോ പ്ലാന്റേഴ്സ്, ബ്രിട്ടീഷുകാരായ തോട്ടക്കാര്, അവർ ആരാണ്? ബ്രിട്ടീഷുകാരാണ് കേട്ടോ. പ്ലാന്റേഴ്സ് മുഴുവൻ ഇംഗ്ലീഷുകാരാണ്. ഗ്രാമപ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഫാക്ടറികൾക്ക് ആവശ്യമായ അമരിച്ചെടി കൃഷി ചെയ്യാൻ കർഷകരെ അമരിച്ചെടി എന്ന് പറഞ്ഞാൽ ഈ നീലം ഉണ്ടാവുന്ന ചെടിയാണ് ഇത്, അമരിച്ചെടി. അപ്പൊ ഈ അമരിച്ചെടി കൃഷി ചെയ്യാനാണ് ഈ തോട്ടക്കാര് പറഞ്ഞത്. അമരിച്ചെടി എന്ന് ഉൽപ്പാദിക്കുന്ന നീലം ബ്രിട്ടീഷുകാർക്ക് മാത്രമേ വിൽക്കാൻ കഴിയുന്നുള്ളൂ. അത് മോണോപ്പൊളിയാണ് അല്ലെ. ബ്രിട്ടീഷുകാർക്ക് കുത്തകയുണ്ടായിരുന്ന ഉൽപ്പന്നമായിരുന്നു ഏത്? ഈ നീലം എന്ന് പറഞ്ഞ സാധനം. അപ്പൊ ഇത് കൃഷി ചെയ്യുന്നത് ഇന്ത്യക്കാരും അതിന്റെ കുത്തക ആർക്കും? ബ്രിട്ടീഷുകാർക്കാണുള്ളത്. ഓക്കെ, പിന്നെന്താണ്? നീലത്തിന് കമ്പോള വിലയേക്കാൾ താഴ്ന്ന വില മാത്രമാണ് കർഷകർക്ക് കൊടുക്കുക. കമ്പോള വിലയേക്കാൾ താഴ്ന്ന വിലയാണ് കൊടുക്കുക. അപ്പൊ ഒന്നാമത്തെ കാരണം എന്താണ്? തോട്ടക്കാര് അഥവാ ഇൻഡിഗോ പ്ലാന്റേഴ്സ് ഗ്രാമപ്രദേശങ്ങളിലെ സ്ഥാപിച്ചിട്ടുള്ള ഫാക്ടറികൾക്ക് ആവശ്യമായിട്ടുള്ള അതാത് ഗ്രാമങ്ങളിൽ നിന്നും മാക്സിമം അമരിച്ചെടി കൃഷി ചെയ്യുക. കാരണം നീലം വിൽക്കാനുള്ള അവകാശം അവർക്ക് മാത്രമേ ഉള്ളൂ. കർഷകർക്ക് കിട്ടുന്ന വളരെ തുച്ഛമായിട്ടുള്ള ഒരു എമൗണ്ട് ആണ്. കടുത്ത ഭക്ഷ്യക്ഷാമത്തിനും ചൂഷണത്തിനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് ഇത് വഴിവെച്ചു. സ്വാഭാവികമല്ലേ, ഭക്ഷ്യക്ഷാമം ഉണ്ടാവൂലോ. കാരണം ബാക്കി കൃഷി ചെയ്യേണ്ട സ്ഥലത്താണ് ഇത് കൃഷി ചെയ്യുന്നത്. അപ്പൊ ഭക്ഷ്യക്ഷാമായി. ചൂഷണല്ലേ അത്? സ്വാഭാവികം. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവും. വിചാരിച്ച പൈസ അല്ല കിട്ടുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്തുണ്ട് അവിടെ? എന്തുണ്ട്? ഈ ബുദ്ധിമുട്ടുണ്ട്. കൃത്രിമ ചായം കണ്ടെത്തിയതോടെ നീലത്തിന്റെ ആവശ്യകത കുറഞ്ഞത് ദാരിദ്ര്യം വർദ്ധിപ്പിച്ചു. അപ്പൊ പിന്നെ നീലും കർഷകൻ കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി. അപ്പൊ ദാരിദ്ര്യം വർദ്ധിപ്പിച്ചു. മറ്റു വഴികളില്ലാതെ കർഷകർ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രക്ഷോഭത്തിന്റെ പാതയിലേക്ക് തിരിഞ്ഞു. കൃത്രിമമായിട്ട് ഉണ്ടാക്കിയവർ കൂടിയിട്ട് ഇവരോട് ബാക്കി സാധനങ്ങൾ കൃഷി ചെയ്തോന്നല്ല പറയണത്. ഇവർക്ക് അതും കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. ഈ ദിഗംബർ വിശ്വാസ് കണ്ട നമ്മുടെ ആ പോയിന്റ് എടുക്കുന്നുണ്ടാ? നേതാവ് ദിഗംബർ വിശ്വാസിന്റെ വിഷ്ണു വിശ്വാസ്, രണ്ടാൾക്കാർ കേട്ടാ. ദിഗംബർ വിശ്വാസ്, ദിഗംബർ എവിടെ എഴുതുക? ദിഗംബർ വിശ്വാസ്, വിഷ്ണു വിശ്വാസ്, വിശ്വാസം അല്ലെ, 2 വിശ്വാസം. ഇവരാണ് പ്രധാനമായിട്ടും എന്ത് നേതൃത്വത്തിലായിരുന്നു നീലം കർഷകത്തിന് തുടക്കം കുറിച്ചത്. ബംഗാളിലുടനീളം കലാപം പടർന്നു പിടിച്ചതോടെ കർഷകർ നീലം കൃഷി ഉപേക്ഷിച്ചു. തുടർന്ന് നീലം ഫാക്ടറികൾ ആക്രമിച്ചു. കൃഷിക്കാരുടെ പ്രതിരോധം ശക്തമായപ്പോൾ തോട്ടക്കാർ ഫാക്ടറികൾ അടച്ചുപൂട്ടുകയും ബംഗാളിൽ നീലം കൃഷി ഏതാണ്ട് ഇല്ലാതെയാവുകയും ചെയ്തു. അപ്പൊ ഈ ഒരു ഭാഗം കൃത്യമായിട്ടൊന്ന് വായിക്കണം അല്ലെ. എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് വായിക്കണം കേട്ടോ. അതുപോലെ എന്തെങ്കിലും പറഞ്ഞത് മനസ്സിലാവാത്തുണ്ടെങ്കിൽ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തിട്ട് നിങ്ങളത് കേൾക്കണം അല്ലെ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. അതൊക്കെ പറഞ്ഞു പോയാൽ നമ്മുടെ ക്ലാസ്സിന്റെ ലെങ്ത് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. വരുന്ന ചാപ്റ്ററുകളിൽ വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ വീണ്ടും അതിനെ പറ്റിയിട്ട് സംസാരിക്കും. ശരി, ഇവിടെ വന്ദേ മാതരം, വീണ്ടും വന്ദേ മാതരം 1882 ബംഗാളി ഭാഷയിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തിരിക്കുന്നത്. ഭാവാനന്ദൻ എന്ന കഥാപാത്രം ആലപിക്കുന്ന ഗാനമായാണ് വന്ദേ മാതരത്തിൽ നോവലിൽ പരാമർശിക്കുന്നത്. അപ്പൊ വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പറയാണ്ട്? വന്ദേ മാതരം 882 രചിക്കപ്പെടുന്നത്. വന്ദേ മാതരം രചിക്കപ്പെടുന്നത് 882 അതൊരു പുസ്തകത്തിന്റെ ഉള്ളിലാണുള്ളത്. ആ പുസ്തകത്തിന്റെ പേരെന്താണ്? ആനന്ദമഠം എന്നാണ്. ഈ ആനന്ദമഠം രചിച്ചത് ആരാണ്? ബംഗാളി
സാഹിത്യകാരനായിട്ടുള്ള ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. അപ്പൊ ബംഗാളി ഭാഷയിലാണ്. വന്ദേ മാതരം ദേശീയ ഗീതമാണ്. അവിടെ നിന്ന് ഒരു പോയിന്റ് നമുക്ക് പഠിക്കാനുണ്ട്. ഭാവാനന്ദൻ എന്ന് പറഞ്ഞ കഥാപാത്രമാണ് ഇത് ആലപിക്കുന്നത്. അവിടെ നിന്നൊരു പോയിന്റ് പഠിക്കാനുണ്ട്. ഓക്കെ, വന്ദേ മാതരവുമായി ബന്ധപ്പെട്ടിട്ട് ഇനി നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അല്ലെ. വന്ദേ മാതരം 1950 ജനുവരി 24 ദേശീയ ഗീതമായിട്ട് അംഗീകരിക്കുന്നത്. ദേശീയരാഗത്തിലാണ് അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ജദുനാഥ് ഭട്ടാചാര്യ എന്ന് പറഞ്ഞ ആളാണ് അതിന് ആദ്യമായിട്ട് ഈണം നൽകുന്നത്. ആദ്യമായിട്ട് അത് ആലപിക്കുന്നത് 1896 കൊൽക്കത്ത INC സമ്മേളനത്തിലാണ്. ടാഗോറാണ് അത് ആദ്യമായിട്ട് ആലപിക്കുന്നത്. അങ്ങനെ അങ്ങോട്ട് പോകും വന്ദേ മാതരത്തിനെ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ വന്ദേ മാതരം ഇവിടെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 882 ആനന്ദമഠം, വന്ദേ മാതരം, ഭാവാനന്ദ് എന്ന് പറഞ്ഞൊരു ഭാഗം. ഇങ്ങോട്ട് പോവാം. ബംഗാളിലുണ്ടായ ക്ഷാമം പരിഹരിക്കുന്നതിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി യാതൊരു ശ്രമവും നടത്തിയില്ല. അതിനാൽ ദരിദ്രരായ കർഷകരും തൊഴിലാളികളും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. കർഷക കലാപത്തിന് സന്യാസിമാരുടെ പിന്തുണ ഉണ്ടായിരുന്നു. കർഷക കലാപത്തിന് സന്യാസിമാരുടെ പിന്തുണ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് എന്തറിയപ്പെട്ടു? സൂഫി കലാപം അല്ലെങ്കിൽ സന്യാസി കലാപം എന്നറിയപ്പെട്ടു. ഫക്കീർ കലാപം. എന്തുണ്ടായത്? കലാപത്തിന് സന്യാസിമാരുടെ പിന്തുണ കിട്ടി. അതുകൊണ്ട് ഇത് സന്യാസി കലാപങ്ങൾ എന്നറിയപ്പെട്ടു. സന്യാസിമാരോടൊപ്പം ഫക്കീർമാരും ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിൽ അണിചേർന്നു. അതുകൊണ്ട് ഈ കലാപത്തെ സന്യാസി കലാപം എന്നും അല്ലെങ്കിൽ ഫക്കീർ കലാപം എന്നും അല്ലെങ്കിൽ സന്യാസി ഫക്കീർ കലാപം എന്നും വിളിക്കുന്നു. ഇനി അതുമായി ബന്ധപ്പെട്ട കുറച്ച് നേതാക്കന്മാരെ, ഒന്ന് ഭവാനി പതക്, ഒന്ന് മജ്നു ഷാ. മഞ്ജുഷ അല്ല, മജ്നു ഷാ. ആരാണ്? സന്യാസി ഫക്കീർ കലാപവുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരാണ് ആര്? ഭവാനി പതക്, മജ്നു ഷാ. അത് ഇവർ രണ്ടുപേരാണ്. മറ്റേത് എന്താണ്? ദിഗംബർ വിശ്വാസും വിഷ്ണു വിശ്വാസമാണ് നീലം കർഷകരുമായി ബന്ധപ്പെട്ട കലാപത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ. ഇത് സന്യാസിമാരും കൂടി ഇടപെട്ടത് കൊണ്ടാണ് അതിനെ സന്യാസി കലാപങ്ങൾ എന്ന് വിളിക്കാൻ വേണ്ടി കാരണം. അപ്പൊ ഈ ഒരു ചോദ്യം പലപ്പോഴായിട്ട് ചോദിക്കാറുണ്ട്. സന്യാസി കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ നോവൽ ഏതെന്നാണ് ചോദിക്കാറുള്ളത്. സന്യാസി കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ നോവൽ ഏത് എന്നാണ് ചോദിക്കാറുള്ളത്. ആനന്ദമഠമാണ്. ഓക്കെ അല്ലേ? ഈ ഭാഗം ക്ലിയർ അല്ലേ? അടുത്തേക്ക് പോവുകയാണ്. ചോദ്യം: സാന്താൾ കലാപവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? സാന്താൾ കലാപവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. സാന്താൾ കലാപത്തിൽ എന്ത് സംഭവിച്ചു എന്നാണ് നോക്കണത്. 3 പോയിന്റേ ഉള്ളൂ കേട്ടാ. ഇതാണ് 3 പോയിന്റേ ഉള്ളൂ. 1, 2, 3. 1855 സാന്താൾ കലാപം നടന്നത്. രാജ്മഹൽ കുന്നുകളിലേക്ക് കുടിയേറിപ്പാർത്ത ഗോത്ര ജനവിഭാഗമാണ് സാന്താളുകൾ. സാന്താൾ കലാപത്തിന്റെ നേതാവാണ് സിദോ. 3 പോയിന്റ് ശരിയാണ്. അപ്പൊ ഈ പോയിന്റുകൾ ഇവിടുന്ന് പഠിച്ചു പോവുക. 855 സാന്താൾ കലാപം നടക്കുന്നത്. രാജ്മഹൽ കുന്നുകളിലേക്ക് കുടിയേറിപ്പാർത്ത ഗോത്ര ജനവിഭാഗമാണ് സാന്താളുകൾ. അപ്പൊ സാന്താളുകൾ എവിടെയുള്ളത്? രാജ്മഹൽ കുന്നുകളിൽ. സാന്താൾ കലാപത്തിന്റെ നേതാവാണ് സിദോ. 1, 2, 3 ശരി. ഇതാണ് 1, 2, 3 ശരി. നോക്കാം എന്താണ്ടായി എന്നുള്ളത്. 18-ാം നൂറ്റാണ്ടിൽ ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിൽ കുടിയേറിപ്പാർത്ത ഗോത്ര ജനവിഭാഗമാണ് ഇവര്. ആര്? സാന്താൾമാര്. അപ്പൊ ബംഗാൾ പ്രവിശ്യയിലാണ് എന്തുള്ളത്? രാജ്മഹൽ കുന്നുകൾ ഉള്ളത്. അതാണ് ഒന്നാമത്തെ പോലെ. നമ്മൾ പഠിക്കേണ്ടത് അങ്ങനെയാ. ആ ഭാഗത്തുള്ള കാര്യങ്ങൾ അങ്ങനെ ഡീറ്റെയിൽ ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. ബംഗാളിലാണ് എന്തുള്ളത്? ആ രാജ്മഹൽ കുന്നുകൾ. അപ്പൊ രാജ്മഹൽ കുന്നുകൾ മാത്രം പഠിച്ചിട്ട് എഴുതുകയാണ് ബീഹാറിലെ എന്ന് പറഞ്ഞാൽ തെറ്റി, ഒറീസയിലെ എന്ന് പറഞ്ഞാൽ തെറ്റി, ജാർഖണ്ഡിലെ എന്ന് പറഞ്ഞാൽ തെറ്റി. രാജ്മഹൽ കുന്നുകൾ എവിടെയാണ്? ബംഗാൾ പ്രവിശ്യയിലാണ്. അതാണ് ബംഗാൾ പ്രവിശ്യയിലാണ്. കുടിയേറിപ്പാർത്ത ഗോത്ര ജനവിഭാഗമാണ് ഇവർ. ഭൂവുടമകൾ അന്യായമായി കരം പിരിക്കുകയും കൊള്ളപ്പലിശക്കാർ നിരന്തരമായി കടം നൽകുകയും, നേരത്തെ ചെയ്ത അതേ സംഭവം തന്നെ, പകരമായി ഇവരുടെ ധാന്യങ്ങളും വനവിഭവങ്ങളും തട്ടിയെടുക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം ബ്രിട്ടീഷുകാരുടെ പിൻബലത്തോടു കൂടിയായിരുന്നു നടന്നിരുന്നത്. ഭൂമിയുമായുള്ള ഗോത്ര ജനതയുടെ ബന്ധത്തെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാതിരുന്ന ബ്രിട്ടീഷ് ഭരണകൂടത്തിന് ഇതെല്ലാം നികുതി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഉപാധികൾ മാത്രമായിരുന്നു അല്ലെ. അപ്പൊ ഇവരെ സംബന്ധിച്ച് ഈ ആദിവാസി വിഭാഗം, ഗോത്ര വിഭാഗത്തിന് ഈ ഭൂമിശാസ്ത്രപരമായിട്ട് വളരെ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട് അവർക്ക് അല്ലെ. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ്, അവരവരുടെ നാട് വിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ തയ്യാറല്ല. ആ ഭൂമിയോട്, അവിടുത്തെ മൃഗങ്ങളോട്, സസ്യങ്ങളോട്, മരങ്ങളോടൊക്കെ അവർക്കൊരു പ്രത്യേക ബന്ധമാണുള്ളത്. അതൊന്നും ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല. ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം പൈസ ഉണ്ടാക്കുക, നികുതി പിരിക്കുക, പൈസ ഉണ്ടാക്കുക, സാമ്പത്തികമായിട്ട് അവർക്ക് ഡെവലപ്പ് ആവുന്നത് മാത്രമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവരതിന് വലിയ കാര്യമായിട്ട് കൊടുത്തില്ല. തങ്ങൾ നേരിട്ട അനീതിക്കെതിരെ ഗോത്ര ജനതയെ അണിനിരത്തി
1855 നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, 1855 ക്വസ്റ്റ്യൻ അതായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ സാന്താളുകൾ പോരാട്ടത്തിന് തുടക്കം കുറിച്ചു. ഈ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയ രണ്ട് നേതാക്കന്മാരാണ്, ഒന്ന് സിദോ, ഒന്ന് കാൻഹു. SCRT പേര് ഇങ്ങനെയാണ്, സിദോ, കാൻഹു, ഇങ്ങനെയാണ് പേര്, സിദോയും കാൻഹുവും. പക്ഷെ ചില പുസ്തകങ്ങളിൽ നമ്മൾ കാണുക എന്താണ്, സിദ്ദു, കൻഹു എന്നും കാണാറുണ്ട്. രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ സിദോ, കാൻഹു എന്നിവരും ബ്രിട്ടീഷുകാർ വധിക്കുകയാണ് ചെയ്തത്. സിദോവിനെയും കാൻഹുവിനെയും ബ്രിട്ടീഷുകാർ വധിച്ചു. കലാപം ക്രൂരമായി അടിച്ചമർത്തപ്പെട്ടെങ്കിലും ഗോത്ര ജനതയുടെ പ്രതിരോധ ചരിത്രത്തിലെ ഒരു സുപ്രധാന അധ്യായമായി സാന്താൾ കലാപം മാറിയെന്നാണ് പറയുന്നത്. അപ്പൊ സാന്താൾ കലാപവുമായി ബന്ധപ്പെട്ടിട്ട് രാജ്മഹൽ കുന്നുകളുമായി ബന്ധപ്പെട്ടിട്ടാണ് സാന്താളുകൾ കുടിയേറി പാർത്തവരാണ്. ബംഗാൾ പ്രവിശ്യയിലാണ് അവരുണ്ടായിരുന്നത്. സിദോ, കൻഹു പോലെയുള്ള 1855 കലാപം തുടങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞു. ക്വസ്റ്റ്യൻ, ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ശരിയായ പ്രസ്താവന കണ്ടെത്തിക്കോളൂ. എന്താണ് പറയുന്നത്? 1899 ഉൽ ഗുലാൽ കലാപം നടക്കുന്നത്. ഉൽ ഗുലാൽ കലാപം നടക്കുന്നത് എന്നാണ് 1899 ഉൽ ഗുലാൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ബിർസ മുണ്ടയാണ്. ബിർസ മുണ്ടയുടെ ജന്മദിനം ഗോത്ര അഭിമാന ദിനമായി ഇന്ത്യയിൽ ആചരിക്കുന്നു. 4 നവംബർ 15 ഗോത്ര അഭിമാന ദിനമായിട്ട്. എന്താ ചെയ്യാ, ചില ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ തീരെ കിട്ടാതെയാവും. ഇവിടെ ഇത് ശരിയാണ്. ഉൽ ഗുലാൻ കലാപം എന്ന് പറയുന്നത് മുണ്ട കലാപത്തെയാണ്. എന്തിനാണ്? മുണ്ട കലാപത്തെയാണ് ഉൽ ഗുലാൽ കലാപം എന്ന് പറയുന്നത്. ഉൽ ഗുലാ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ബിർസ മുണ്ട. 2 ശരിയാണ്. ബിർസ മുണ്ടയുടെ ജന്മദിനം ഗോത്ര അഭിമാന ദിനമായിട്ട് ഇന്ത്യയിൽ ആചരിക്കുന്നുണ്ട്. ശരിയാണ്. അത് നവംബർ 15 ഗോത്ര അഭിമാന ദിനമായിട്ട് അല്ലെ. 14 പ്രത്യേകത എന്താ? ശിശുദിനത്തിനോടൊപ്പം പ്രമേഹ ദിനം കൂടിയാണ്. അതിന്റെ പിറ്റത്തെ ദിവസം നവംബർ 15 എന്തായിട്ട് ആചരിക്കുന്നത്? ഗോത്ര അഭിമാന ദിനമായിട്ട് ആചരിക്കുന്നത്. അതുപോലെ തന്നെ പാർലമെന്റിൽ ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു ഗോത്ര വർഗ നേതാവും കൂടിയാണ് ആര്? ബിർസ മുണ്ട എന്ന് പറയുന്നത്. നോക്കാട്ടാ, ബിർസ മുണ്ട. ബിർസ മുണ്ടയുടെ ജന്മദിനമായ നവംബർ 15, ഇവിടെ 14 എഴുതിയിട്ടുണ്ടാകുന്നത്? നവംബർ 15 തന്നെയാണ്. നവംബർ 15 എന്ത്? ജൻജാതീയ ഗൗരവ് ദിവസ്. ഗോത്ര അഭിമാന ദിവസത്തിന് പറയുന്ന പേരാണെന്ത്? ജൻജാതീയ ഗൗരവ് ദിവസ് ആയിട്ട് ഇന്ത്യയിൽ എന്ന് മുതല്? 2021 മുതല് ജൻജാതീയ കാണാത്തവർക്കാണ് കേട്ടാ. ജാതീയ ഗൗരവ് ഗോത്ര അഭിമാന ദിനം, ജൻജാതീയ ഗൗരവ് ദിവസമായിട്ട് ആചരിക്കുന്നത് 2021 മുതലാണ്. നവംബർ 15 ആചരിക്കുന്നത്. അതുകൂടാതെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? ഇന്ത്യൻ പാർലമെന്റിൽ ഛായാചിത്രം സ്ഥാപിച്ച് ആദരിക്കപ്പെട്ടിട്ടുള്ള ഏക ഗോത്ര ജനതയുടെ നേതാവാണ് ആര്? ബിർസ മുണ്ട. അപ്പൊ ഈ ഒരു പോയിന്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കണം. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമായിട്ട് ഇക്ബാൽ ദുറാനി. ആരാണ്? ഇക്ബാൽ ദുറാനി. ഇക്ബാൽ ദുറാനി രചിച്ച കൃതിയാണ് ഗാന്ധി സെ പഹലെ ഗാന്ധി. എന്താണ്? ഗാന്ധി സെ പഹലെ ഗാന്ധി. ഗാന്ധിയെ പറ്റിയിട്ടുള്ള പുസ്തകം അല്ല എന്നാണ് പറയുന്നത്. എന്താണ്? ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കിയിട്ട് ഇക്ബാൽ ദുറാനി രചിച്ച പുസ്തകമാണ് ഗാന്ധി സെ പഹലെ ഗാന്ധി. അപ്പൊ ഒരു ചോദ്യം വരികയാണ്, താഴെ പറയുന്നതിൽ ഗാന്ധിജി മുഖ്യ കഥാപാത്രമായിട്ട് വരാത്ത കൃതി ഏത്? അപ്പൊ ഗാന്ധി സെ പഹലെ ഗാന്ധി ഉണ്ടെങ്കിൽ അത് എഴുതാൻ പാടില്ല. അതിൽ മുഖ്യ കഥാപാത്രം ആരാണ്? കേന്ദ്ര കഥാപാത്രം എന്നത് ബിർസ മുണ്ടയാണ്. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കിയിട്ട് മഹാശ്വേത ദേവി രചിച്ച കൃതിയാണ് ആരണ്യർ അധികാർ. ആരണ്യർ അധികാർ. മഹാശ്വേത ദേവി രചിച്ച കൃതി ആരണ്യർ അധികാർ. ഇക്ബാൽ ദുറാനി രചിച്ച കൃതിയാണ് ഏത്? ഗാന്ധി സെ പഹലെ ഗാന്ധി അല്ലെ. അപ്പൊ 2 കൃതികൾ പഠിക്കണം ബിർസ മുണ്ടയുമായി ബന്ധപ്പെട്ടിട്ട്. ഒന്ന് ഗാന്ധി സെ പഹലെ ഗാന്ധി, ഇക്ബാൽ ദുറാനി. അതുപോലെ മഹാശ്വേത ദേവിയുടെ ഏതാണ്? ആരണ്യകർ. ശരി. ഉൽഗുലാൻ എന്താണ്? ഗ്രേറ്റ് ടമൾട്ട് എന്നാണ് പറയുന്നത്. ഉൽ ഗുലാൻ. സാന്താൾ കലാപം പോലെ ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും ഗോത്ര ജനതയുടെ കലാപങ്ങൾ ഉണ്ടായി. 19ാം നൂറ്റാണ്ടിന്റെ അവസാന ദശകത്തിൽ നടന്ന ഗോത്രവർഗ കലാപമാണ് ഉൽ ഗുലാൻ കലാപം. ഇതെന്തും കൂടി അറിയപ്പെടുന്നു? മുണ്ട കലാപം എന്നും കൂടി
അറിയപ്പെടുന്നു. അത് പൊതുവെ അറിയപ്പെടുന്നത് ഉൽ ഗുലാൻ എന്ന വാക്കിന്റെ അർത്ഥം വലിയ കലാപം എന്നല്ല, വലിയ കോലാഹലം എന്നാണ് അതിന്റെ അർത്ഥം. എന്താണ് വരുന്നത്? വലിയ കോലാഹലം എന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ സാന്താൾ കലാപം പോലെ ഇന്ത്യയിൽ പല പ്രദേശങ്ങളിലും കലാപങ്ങൾ ഉണ്ടായി. അത് ഉൽഗുലാൽ കലാപം അല്ലെങ്കിൽ മുണ്ടാ കലാപം 1899 നടക്കുന്നത് എന്ന് പറഞ്ഞു. 19-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടമാണ്. അത് ഉൽഗുലാൻ എന്ന് പറയുന്നത് എന്താണ്? വലിയ കോലാഹലം അല്ലെങ്കിൽ വലിയ ഇളക്കം എന്നാണ് അർത്ഥം. വലിയ കോലാഹലം അല്ലെങ്കിൽ വലിയ ഇളക്കം എന്നാണ്. ആ ഭാഗം ഒന്ന് ചെറുതായില്ലേ, കുഴപ്പമില്ല, ഒന്ന് ശ്രദ്ധിച്ച് വായിക്കാം. ഞാനത് വായിക്കുന്നുണ്ടല്ലോ, അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഇന്നത്തെ ജാർഖണ്ഡിലെ, അപ്പൊ അന്നത്തെ ബീഹാറാണ്, ഇന്നത്തെ ജാർഖണ്ഡിലെ ഗോത്ര വിഭാഗങ്ങളുടെ ജനവാസ മേഖലയിൽ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തെ തകർത്ത് മുണ്ടാരാജ് ഒരു രാജ്യം സ്ഥാപിക്കാൻ ശ്രമിച്ച ബിർസ മുണ്ടയാണ് കലാപത്തിന് നേതൃത്വം കൊടുത്തത്. അപ്പൊ ഒരു ഉദ്ദേശം എന്തായിരുന്നു? മുണ്ടാരാജ്യം സ്ഥാപിക്കുക, അല്ലെങ്കിൽ ഒരു രാജ്യം, മുണ്ടകൾക്ക് വേണ്ടിയിട്ട് ഒരു രാജ്യം നിർമ്മിക്കുക. അതിന്റെ പേരാണ് മുണ്ടാരാജ്. ഇതായിരുന്നു ആരുടെ ഉദ്ദേശം? ആരുടെ? ഈ ബിർസ മുണ്ട ഉൾപ്പെടുന്ന ആ ഗോത്ര വിഭാഗത്തിന്റെ ഉദ്ദേശം. അപ്പൊ എന്താണ് വലിയ ഇളക്കം എന്നാണ് ഉൽഗുലാൻ എന്ന പദത്തിന്റെ അർത്ഥം. ഇന്നത്തെ ജാർഖണ്ഡിലെ മുണ്ട ഗോത്ര വിഭാഗങ്ങളുടെ ജനവാസ മേഖലകളിൽ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തെ തകർത്ത് മുണ്ടാരാജ് സ്ഥാപിക്കാൻ ശ്രമിച്ച ബിർസ മുണ്ടയാണ് കലാപത്തിന് നേതൃത്വം കൊടുക്കുന്നത്. കലാപത്തിന്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് കൊളോണിയൽ ചൂഷണവും ഭൂമി പിടിച്ചെടുക്കലും, അത് നമുക്കറിയാം. പണമിടപാടുകാരുടെയും വ്യാപാരികളുടെയും സാമ്പത്തിക ചൂഷണം, അതും നമുക്കറിയാം. ശരി, അതെന്താണ്? ചില ഗോത്രവർഗ കലാപങ്ങളാണ്. ശരി, അടിഭാഗം കാണാനില്ല തോന്നുന്നു, എന്നാലും ഞാൻ പറയാം. 1899 മുണ്ട ഗോത്ര വിഭാഗം ബ്രിട്ടീഷുകാർക്കെതിരെ സായുധ കലാപം ആരംഭിച്ചു. ബ്രിട്ടീഷ് പോലീസുമായി പല സ്ഥലത്തും ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. റാഞ്ചിയിൽ നടന്ന വെടിവെപ്പിൽ, റാഞ്ചി എവിടെയാണ്? ജാർഖണ്ഡിന്റെ തലസ്ഥാനമാണ് അല്ലെ റാഞ്ചി എന്ന് പറയുന്നത്. റാഞ്ചിയിലൂടെ ഒഴുകുന്ന നദിയാണ് സുവർണരേഖ എന്ന് പറയുന്ന നദി. അപ്പൊ റാഞ്ചിയിൽ വെച്ച് നടന്ന വെടിവെപ്പിൽ ഒട്ടേറെ മുണ്ട ഗോത്ര വിഭാഗങ്ങൾ കൊല്ലപ്പെട്ടു. ബിർസ മുണ്ട തടവിലാക്കുകയും അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്തു. മുണ്ട കലാപത്തെ ബ്രിട്ടീഷുകാർ ക്രൂരമായി അടിച്ചമർത്തി. കുർച്ചർ കലാപം, പഹാരിയ കലാപം, കോൾ പ്രക്ഷോഭം, ബീൽ കലാപം, ഗാസി കലാപം തുടങ്ങിയവയെല്ലാം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ഗോത്ര കലാപങ്ങളാണ്. ഏതൊക്കെയാണ് പറയുന്നത്? ശ്രദ്ധിക്കുക. കുറിച്യർ കലാപം കേരളവുമായി ബന്ധപ്പെട്ടത്, പഹാരിയ കലാപം ഉണ്ട്, കോൾ പ്രക്ഷോഭം ഉണ്ട്, കോളുകള്, ഓക്കെ, ബീൽ കലാപം, ബീൽ കലാപം, ഗാസി ഗാരോ ജയന്തിയ കുന്നുകൾ മേഘാലയയുടെ ഭാഗത്ത്, ആ ഗാസി കലാപം, ഇവയെല്ലാം പല സമയങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഗോത്രവർഗ കലാപങ്ങളാണ്. ഓക്കെ അല്ലേ? ശരി, ഇത് പോരാട്ടത്തിന്റെ ഗർജനം. വേറൊരു ഭാഗം ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന വേറൊരു കലാപത്തിന്റെ ഭാഗമാണ് കേട്ടോ നമ്മൾ പഠിക്കാൻ പോണത്. നോക്കാം. പോരാട്ടത്തിന്റെ ഗർജനം എന്നാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ തമിഴ്നാട്ടിലെ സൈനിക തലവന്മാരായ പോളിഗർമാരെയും ബാധിച്ചു. ബ്രിട്ടീഷുകാരുടെ ഈ പ്രശ്നങ്ങൾ ഇന്ത്യയിലെ എല്ലായിടത്തും ഇത് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തമിഴ്നാട്ടിലെ സൈനിക തലവന്മാർ അറിയപ്പെട്ടിരുന്ന പേരാണ് എന്ത്? പോളിഗർ. എന്താണ് പോളിഗർ എന്ന് പറയുന്നത്? പാളയം അഥവാ സൈനിക താവളം എന്നർത്ഥം വരുന്ന പാളയക്കാർ എന്ന തമിഴ് പദത്തിൽ നിന്നാണ് പോളിഗർ എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടാകുന്നത്. പാളയക്കാർ എന്ന് ഇംഗ്ലീഷുകാർക്ക് പറയാറില്ല, അപ്പോൾ പോളിഗർ എന്നുള്ള വാക്കായിട്ട് മാറി എന്നാണ് പറയണത്. അപ്പൊ പോളിഗർ മാറി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും പേടിക്കാനില്ല. പോളിഗർ എന്ന് പറഞ്ഞാൽ സൈനിക തലവന്മാർ എന്നേ അർത്ഥമുള്ളൂ. പോളിഗർ എന്ന് പറഞ്ഞാൽ താവളം, അല്ലെ? പാളയക്കാർ എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. പോളിഗർ, പാളയത്തിലുണ്ടായിരുന്ന ആൾക്കാരെ അവന്. പിന്നെ തിരുനെൽവേലിയിലെ പാഞ്ചാലംകുറിച്ചിയിലെ, ഇമ്പോർട്ടന്റ് ആണ്, തിരുനെൽവേലിയിലെ പാഞ്ചാലംകുറിച്ചിയിലെ പോളിഗർ ആയിരുന്നു, സൈനിക തലവനായിരുന്നു വീരപാണ്ഡ്യ കട്ടബൊമ്മൻ, അല്ലെ? വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. അപ്പൊ വീരപാണ്ഡ്യ കട്ടബൊമ്മനും ശിവഗംഗയിലെ പോളിഗർമാരായിരുന്ന മരുത് പാണ്ഡ്യ സഹോദരന്മാരും ആരൊക്കെ തമ്മിലാണ്? തിരുനെൽവേലിയിലെ പോളിഗർ ആയിരുന്ന വീരപാണ്ഡ്യ കട്ടബൊമ്മനും അതുപോലെ തന്നെ ശിവഗംഗയിലെ പോളിഗർമാരായിരുന്ന മരുത് പാണ്ഡ്യ സഹോദരന്മാരും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടത്തിൽ സുപ്രധാന പങ്ക് വഹിച്ചവരായിരുന്നു. അപ്പൊ പോളിഗർ കലാപം എന്താണെന്ന് പറഞ്ഞു. എന്ത്? ജനങ്ങളുടെ സംരക്ഷകൻ എന്ന നിലയിൽ ജനങ്ങളുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ആര്? കട്ടബൊമ്മൻ, വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. അപ്പൊ ജനങ്ങളിൽ നിന്നുള്ള നികുതി പിരിവും പോളിഗറുടെ ചുമതലയായിരുന്നു. അപ്പൊ പോളിഗറുടെ ചുമതല തന്നെയാണിത്. പക്ഷെ പാഞ്ചാലംകുറിച്ചിയിലെ ഭരണാധികാരി ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങിയെങ്കിലും കട്ടബൊമ്മൻ അതിനെ തയ്യാറായില്ല. നിലവിലുള്ള നികുതി വർദ്ധിപ്പിച്ച് ബ്രിട്ടീഷുകാർ ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിച്ചു. നമ്മൾ നേരത്തെ കേട്ട പോലെ തന്നെ
നികുതി പിരിവിനെ ചോദ്യം ചെയ്തായിരുന്നു കട്ടബൊമ്മനും ബ്രിട്ടീഷുകാരും ശത്രുക്കളാക്കിയത്. കട്ടബൊമ്മനും ശിവലങ്കയിലെ പോളികളന്മാരുന്ന മരുതുപാണ്ഡ്യനും സഹിതം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി വീരമൃത്യു വരിച്ചു. അപ്പൊ എന്താണ് ഉണ്ടായത്? പോളികൾ എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൈനിക താവളത്തിലുണ്ടായിരുന്ന പാളയക്കാരാണ്. അപ്പൊ രണ്ട് സ്ഥലങ്ങൾ, ഒന്ന് തിരുനെൽവേലിയിലെ തിരുനെൽവേലിയിലെ ആര് പാഞ്ചാലം കുറിച്ചിയിലെ പോളിഗർ സൈനിക തലവനായിരുന്ന വീരപാണ്ഡ്യ കട്ടബൊമ്മന്, ശിവഗംഗയിലെ മരുത് പാണ്ഡ്യ സഹോദരന്മാരും, ഇവരൊക്കെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ തന്നെയായിരുന്നു, സൈനിക തലവന്മാരല്ലേ, അവരാണ് നികുതി പിരിച്ചിരുന്നത്. പക്ഷെ കുറെയൊക്കെ കാണുമ്പോൾ അനീതി കാണുമ്പോൾ പ്രതികരിച്ചു പോവില്ലേ? അപ്പൊ അവരെന്ത് ചെയ്തു? അതിനെതിരെ പ്രതികരിക്കുകയും അവര് ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം നയിക്കുകയും അവർ വീരമൃത്യു വരിക്കുകയാണ് ചെയ്തത്. ഇതാണ് വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. ഒരു ഛായാചിത്രം കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ, ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിക്കുക. കേരളത്തിലേക്ക് എത്തുന്നു. ആറ്റിങ്ങൽ കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ കണ്ടെത്തുക. ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? 1721 ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. ശരിയാണ്. വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ്. വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ആര്? ഗിഫോർഡ്. ആറ്റിങ്ങൽ കലാപത്തിൽ വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത് ഉമയമ്മ റാണിയാണ്. അല്ല, വേണാട് ഉടമ്പടി ഒപ്പുവെക്കുന്നത് മാർത്താണ്ഡവർമ്മയാണ്. 1753 വേണാട് ഉടമ്പടി ഒപ്പുവെക്കുന്നത് മാർത്താണ്ഡവർമ്മയാണ്. അപ്പൊ 1, 2 ശരിയാണ്. 3 തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പോയി ദെൻ 1, 2 ശരി. അപ്പൊ ആറ്റിങ്ങൽ കലാപത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം 1721 നടക്കുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമായിട്ടാണ് കേരളത്തിലെ സംഘടിത കലാപമായിട്ടാണ് എന്തിനെ കണക്കാക്കുന്നത്? ആറ്റിങ്ങൽ കലാപത്തെ കണക്കാക്കുന്നത്. നമുക്ക് അതിന്റെ പോയിന്റുകളിലേക്ക് പോവാം. ഇവിടെ എവിടേക്കത്? ഓക്കെ. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപമായിരുന്നു വെല്ലൂർ കലാപം. അപ്പൊ ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് നമ്മൾ അത്ര തന്നെ പറയുന്നുള്ളൂ. ആറ്റിങ്ങൽ കലാപം വേറൊരു ചാപ്റ്ററിൽ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ കേരള ഹിസ്റ്ററിയിൽ പറയാനുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് വിട്ടിട്ട് നമുക്ക് ഇവിടേക്ക് വരിക. വെല്ലൂർ കലാപം എന്താണ്? വെല്ലൂർ കലാപം എന്താണ്? ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപം. ആദ്യത്തെ സൈനിക കലാപമാണ് ഏത്? ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ കലാപം അല്ല, ആദ്യത്തെ സൈനിക കലാപമായിട്ടാണ് എന്തിനെ കണക്കാക്കുന്നത്? ഈ പറയുന്ന വെല്ലൂർ കലാപത്തെ കണക്കാക്കുന്നത്. വെല്ലൂർ കലാപം ആണ് വെല്ലൂർ കലാപം. ഇനി എന്തുണ്ടായി നോക്കാം. ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യക്കാരാണ് ഈ കലാപത്തിന് നേതൃത്വം നൽകിയത്. ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യക്കാര്. ഇതേ സംഭവം തന്നെയല്ലേ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ നടന്നത്? ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യക്കാര്, മംഗൾ പാണ്ഡെ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരാണല്ലോ എന്ത് ചെയ്തത്? ഈ പറയുന്ന സമരം നടത്തിയത്. അപ്പൊ അതുപോലത്തെ ഒരു സമരം തന്നെയായിരുന്നു ഇത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യൻ സൈനികരുടെ വേഷവിധാനത്തിൽ വരുത്തിയ മാറ്റങ്ങളായിരുന്നു കലാപത്തിന്റെ കാരണം. വേഷവിധാനത്തിൽ വരുത്തിയ മാറ്റങ്ങൾ. 1857 സമരത്തിന്റെ കാരണം എന്തായിരുന്നു? തോക്കുകളില് പന്നിയുടെ കൊഴുപ്പ് നിറച്ചിട്ടുള്ള തിരകൾ ഉണ്ടായിരുന്നു പറഞ്ഞിട്ടുള്ള അതൊക്കെയായിരുന്നു കാരണം. അപ്പൊ ഇവരുടെ ഭരണപരിഷ്കാരങ്ങൾ തന്നെയാണ് ഇവിടെയും കാരണമായത്. ഇവിടെ കൊണ്ടുവന്ന ഭരണപരിഷ്കാരം എന്താണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യൻ സൈനികരുടെ വേഷവിധാനത്തിൽ വരുത്തിയ മാറ്റങ്ങളായിരുന്നു കലാപത്തിന്റെ പ്രധാന കാരണം. 1806 നടന്ന കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും തുടർന്നുള്ള ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് വെല്ലൂർ കലാപം പ്രചോദനമായി. വർഷമാണ് നമുക്ക് പഠിക്കാറുള്ളത്. 1806 എന്ത് നടക്കുന്നത്? വെല്ലൂർ കലാപം നടക്കുന്നത്. എന്ത് നടക്കുന്നത്? വെല്ലൂർ കലാപം നടക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു സ്വഭാവം തന്നെയാണ് വെല്ലൂർ കലാപത്തിനുണ്ടായിരുന്നത് നമുക്ക് പറയാം. ബ്രിട്ടീഷുകാരുടെ ഒരു ഭരണപരിഷ്കാരമായിരുന്നു വേഷവിധാനത്തിൽ എന്തൊക്കെയോ കൊണ്ടുവരിക എന്നുള്ളത്. അതിനെതിരെയാണ് സമരം നടന്നത്. 1806 വെല്ലൂർ കലാപം സ്വാഭാവികമായിട്ടും മറ്റു കലാപങ്ങൾക്ക് പ്രചോദനമായിട്ട് മാറുകയാണ് ചെയ്തത്. ഇനി ക്വസ്റ്റ്യൻ, സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകൾ പരിശോധിക്കും. അതിന്റെ ഇടയിൽ ഒരു പേജ് പോയിട്ടോ ഡൗട്ട്? ശരി. സ്ത്രീ മുന്നേറ്റവുമായി ബന്ധപ്പെട്ടൊരു കാര്യം, അത് അങ്ങനെ ചെറിയൊരു ഭാഗം പറയുന്നുണ്ട്, അതും കൂടി നമുക്കൊന്ന് പറഞ്ഞു പോവാം. ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ ഇന്ത്യയിലെ ഭരണാധികാരികളെയും ബാധിച്ചു. സ്വാഭാവികം. ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടിയ ധീര വനിതയായിരുന്നു, അയ്യോ വിട്ടുപോകാൻ പാടില്ലാത്ത ഭാഗം, ആരാണ്? കിട്ടൂർ റാണി ചെന്നമ്മ. കിട്ടൂർ ചിന്നമ്മ എന്നൊക്കെ നമ്മൾ പറയും. മറാത്ത ഭരണത്തിന്റെ മേൽക്കോയ്മ അംഗീകരിച്ച കർണാടകയിലെ നാട്ടുരാജ്യമായിരുന്നു കിട്ടൂര്. എന്തിന്റെ കീഴിലാണത്? കിട്ടൂര് മറാത്തയുടെ കീഴിൽ കേട്ടാ. മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചതോടുകൂടി കിട്ടൂർ എന്ന് പറഞ്ഞ പ്രദേശം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലായി. ശിവലിംഗ രുദ്രദേശായി ആയിരുന്ന കിട്ടൂരിന്റെ ഭരണാധികാരി ആരായിരുന്നു? ശിവലിംഗ രുദ്രദേശായി ആയിരുന്നു കിട്ടൂരിന്റെ ഭരണാധികാരി. അപ്പൊ കിട്ടൂർ എന്താണ് ഇവിടുന്ന് മനസ്സിലാവുന്നത്?
ഈ കിട്ടൂർ എന്ന് പറയുന്ന പ്രദേശം എന്തായിരുന്നു? മറാത്ത സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മറാത്തകളുടെ അണ്ടറിൽ അവരുടെ മേൽക്കോയ്മ അംഗീകരിച്ച ഒരു നാട്ടുരാജ്യമായിരുന്നു കിട്ടൂര്. മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തോട് കൂടിയിട്ട് ബ്രിട്ടീഷുകാർക്ക് മറാത്ത പ്രദേശം മുഴുവൻ കിട്ടിയപ്പോൾ സ്വാഭാവികമായിട്ട് കിട്ടൂർ അവരുടെ അധീനതയിലായി എന്നാണ് പറയുന്നത്. അപ്പോൾ ശിവലിംഗ രുദ്രദേശായി ആയിരുന്ന കിട്ടൂരിന്റെ ഭരണാധികാരി അദ്ദേഹത്തിന്റെ മരണശേഷം വിധവയായ ചെന്നമ്മ, അതായത് ഭാര്യയാണ് ആര്യ ചെന്നമ്മ, ഒരു ആൺകുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിച്ചു. ഇത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തടയുകയും കിട്ടൂരിനെ ബ്രിട്ടീഷ് ഇന്ത്യയോട് ചേർക്കുകയും ചെയ്തു. ഇതിൽ പ്രകോപിതയായ കിട്ടൂർ റാണി ചെന്നമ്മ ബ്രിട്ടീഷുകാരുമായി യുദ്ധം പ്രഖ്യാപിച്ചു. 1829 കിട്ടൂർ ചെന്നമ്മ വധിക്കപ്പെട്ടു. അപ്പൊ ദത്തവകാശ നിരോധന നിയമത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഇതിനെ കണക്കാക്കുന്നത്. കാരണം ദത്തവകാശ നിരോധന നിയമം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു അനന്തരാവകാശി ഇല്ലാത്ത രാജ്യം ബ്രിട്ടൻ ഏറ്റെടുക്കുക എന്നുള്ളതായിരുന്നു ദത്തവകാശ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട്. ഇവിടെ സംഭവിച്ചത് അതാണ്. ശിവലിംഗ രുദ്രദേശായി എന്ന് പറയുന്ന ഭരണാധികാരി മരിച്ചപ്പോൾ ചിന്നമ്മയ്ക്ക് മക്കളില്ല. ചിന്നമ്മയുടെ വിധവയാവുകയും ഒരു ആൺകുട്ടിയെ ദത്തെടുക്കാൻ ശ്രമിച്ചപ്പോൾ ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്ന ആ നാട്ടുരാജ്യത്തെ അങ്ങനെ ഒരു ഭരണാധികാരി വരാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ബ്രിട്ടീഷുകാർ അതിനെ ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യത്തോട് ചേർത്തു. സ്വാഭാവികമായിട്ടും അവിടുത്തെ ചിന്നമ്മ അതിനെതിരെ പ്രതികരിക്കുകയും ഒരു വീരമൃത്യു വരിക്കുകയും ചെയ്ത വ്യക്തിയാണ് കിട്ടൂർ ചിന്നമ്മ. ഓക്കെ, ശരി. ക്വസ്റ്റ്യൻ, സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിക്കുക. ഏതാണ് സൈനിക സഹായ വ്യവസ്ഥ? സൈനിക സഹായ വ്യവസ്ഥ നമ്മൾ കേട്ടിട്ടുണ്ട്. വെല്ലസ്ലി പ്രഭുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സൈനിക സഹായ വ്യവസ്ഥ. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് 1798 നിലവിൽ വന്നു. നമുക്കറിയില്ല അവിടെ വന്ന്. സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യത്തെ ഇന്ത്യൻ നാട്ടുരാജ്യമാണ് ഹൈദരാബാദ്. ഓക്കെ, സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്ന ബംഗാൾ ഗവർണറാണ് ആർതർ വെല്ലസ്ലി. ഇത് ഏതൊരാൾക്കും അല്ലെ അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ തെറ്റാ, കാരണം ഇത് കൊണ്ടുവന്നത് ആർതർ വെല്ലസ്ലി അല്ല. അപ്പൊ 3 തെറ്റാണ്. 3 തെറ്റാണെങ്കിൽ എന്തൊക്കെ പോവും? ഈ ക്വസ്റ്റ്യൻ പോവും, ഈ ക്വസ്റ്റ്യൻ പോവും, അല്ല ഈ ഓപ്ഷൻ പോവും, ഈ ഓപ്ഷൻ പോവും. ഉത്തരം 1, 2 ശരി. അപ്പൊ ചില കാര്യങ്ങള് ഒറ്റ പോയിന്റ് കൊണ്ട് തന്നെ ഉത്തരം കിട്ടും. ഇത് പറയാൻ കാരണം ഇത് ശരി, ഇത് എനിക്ക് മാത്രം അറിയാവുന്ന കേസല്ല കേട്ടോ. ഒരു മിക്കവാറും ആൾക്കാർക്ക് ഈ സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറയുന്ന സംഭവം ആരുമായി ബന്ധപ്പെട്ടതെന്ന് അറിയാം. ആർതർ വെല്ലസ്ലി അല്ല എന്ന് അറിയാവുന്ന കേസാണ്. അപ്പൊ ആദ്യമായിട്ട് ഒപ്പുവെച്ചത് ഹൈദരാബാദ് ആണ്. ഇത് ശരിയാണ്. 1798 അത് നിലവിൽ വരുന്നത്. ഓക്കെ, 1798. ബാക്കി കാര്യങ്ങൾ നോക്കാം. സൈനിക സഹായ വ്യവസ്ഥ ഒപ്പുവെക്കുന്നത് അല്ലെങ്കിൽ കൊണ്ടുവരുന്നത് റിച്ചാർഡ് വെല്ലസ്ലി എന്ന് പറയുന്ന വെല്ലസ്ലി പ്രഭുവാണ്. ആരാണ്? വെല്ലസ്ലി പ്രഭു. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡെൽഹൌസി പ്രഭുവാണ്. രണ്ടും നമ്മൾ തെറ്റരുത്. ഓക്കെ, സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്നത് റിച്ചാർഡ് വെല്ലസ്ലി 1798. 1798 ദത്തവകാശ നിരോധന നിയമം നടപ്പാക്കിയത് ഡെൽഹൌസി 1848. ഇനി ദത്തവകാശ നിരോധനം പിൻവലിച്ചത് കാനിങ് പ്രഭുവാണ് 1859. 1859. അപ്പൊ ഈ വർഷങ്ങളൊക്കെ ഒന്ന് പഠിച്ചിരിക്കണം. സൈനിക സഹായ വ്യവസ്ഥയാണെങ്കിൽ 1798 വെല്ലസ്ലി പ്രഭുവാണ് കൊണ്ടുവരുന്നത്. ദത്തവകാശ നിരോധന നിയമമാണെങ്കിൽ നടപ്പിലാക്കുന്നത് 1848 ഡെൽഹൌസിയുടെ കാലഘട്ടത്തിലാണ്. പിൻവലിച്ചത് കാനിങ് പ്രഭുവാണ് 1859. അപ്പോഴേക്കും ഒന്നാം സ്വാതന്ത്ര്യ സമരം കഴിയുകയും ബ്രിട്ടൻ ഇന്ത്യയുടെ ഭരണം നേരിട്ട് ഏറ്റെടുക്കുകയും ചെയ്തു 58. അപ്പൊ 59 അത് പിൻവലിച്ചു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്ത ആദ്യത്തെ നാട്ടുരാജ്യം ഏത് പ്രകാരം? ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്ത ആദ്യത്തെ നാട്ടുരാജ്യമാണ് ഇത് സത്താറ. സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യത്തെ നാട്ടുരാജ്യം ഹൈദരാബാദ് ആണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അവിടെ കൂടുതൽ കാര്യങ്ങൾ പറയാതിരുന്നത്. സൈനിക സഹായ വ്യവസ്ഥ സബ്സിഡറി അലയൻസ് പോളിസി. സബ്സിഡറി അലയൻസ് പോളിസി എന്ന് പറയുന്നത് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യ വികസനത്തിനും കൂടുതൽ അധീശത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടി ഗവർണർ ജനറൽ ആയിരുന്ന വെല്ലസ്ലി പ്രഭു നടപ്പിലാക്കിയ പദ്ധതിയാണ് സൈനിക സഹായ വ്യവസ്ഥ. ഇതുപ്രകാരം ബ്രിട്ടീഷുകാരുമായി സൈനിക സഖ്യത്തിൽ ഏർപ്പെടുന്ന നാട്ടുരാജ്യങ്ങൾ ചില വ്യവസ്ഥകൾ പാലിക്കണം. അപ്പൊ സൈനിക സഹായ വ്യവസ്ഥ ഒപ്പുവെക്കുമ്പോൾ ചില വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകൾ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ആ വ്യവസ്ഥകൾ നോക്കുമ്പോൾ സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെടുന്ന നാട്ടുരാജാവ് കമ്പനി സൈന്യത്തിന്റെ ഒരു യൂണിറ്റ് തന്റെ രാജ്യത്തിനുള്ളിൽ സ്ഥിരമായിട്ട് പാർപ്പിക്കണം. ഓക്കെ, കമ്പനിയുടെ സൈനിക വിഭാഗത്തിലുള്ള എല്ലാ ചെലവും സഖ്യത്തിൽ ഏർപ്പെടുന്ന രാജാവ് വഹിക്കണം. അതായത് ഒരു ചെറിയ യൂണിറ്റിനെ സ്വന്തം രാജ്യത്ത് നിലനിർത്തുക സൈന്യത്തിന്റെ, അതിന്റെ ചെലവ് രാജ്യം നോക്കുക. കമ്പനിയുടെ അനുമതി ഇല്ലാതെ മറ്റു യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് സഖ്യത്തിൽ ഏർപ്പെടാൻ പാടില്ല. ബ്രിട്ടീഷ് ഗവർണർ ജനറലുമായി ആലോചിക്കാതെ ഒരു നടപടിയും സഖ്യരാജാവ് നടപ്പാക്കാൻ പാടില്ല. സഖ്യരാജാവ് തന്റെ രാജ്യത്ത് ഒരു ബ്രിട്ടീഷ് റെസിഡന്റിനെ താമസിപ്പിക്കണം.
ഈ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ട നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷുകാർക്ക് പിടിച്ചെടുക്കാം. നല്ല രസമുള്ള ഒരു വ്യവസ്ഥ അല്ലെ. അതായത് എന്താണ് വേണ്ടത്? ബ്രിട്ടീഷുകാരുടെ ബുദ്ധി എന്താന്ന് വെച്ചാൽ അവരുടെ എല്ലാ സൈന്യത്തിനും ഒരുമിച്ച് തീറ്റി പോറ്റാൻ എളുപ്പമല്ല. അപ്പൊ അതുകൊണ്ട് അതിനെ യൂണിറ്റ് ആയിട്ട് തിരിച്ചിട്ട് ഓരോ നാട്ടുരാജ്യത്തിന് കൊടുക്കുക. അപ്പൊ അതിന്റെ ഒക്കെ ചെലവ് അവർ നോക്കിക്കോളും. അപ്പൊ ഓരോ യൂണിറ്റിനെയും ഓരോ രാജ്യത്തിന് കൊടുക്കും. എന്നിട്ട് ആ രാജ്യത്തിനോട് പറയുക അതിന്റെ ഫുള്ള് ചെലവ് നോക്കാൻ പറയാം. അതുകൊണ്ട് തന്നെ എന്തുണ്ടാവാൻ പാടില്ല, ആ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ യൂറോപ്യൻ ശക്തികളുമായിട്ട് ഒരു സമ്പർക്കം പാടില്ല, അതില്ലെങ്കിൽ വേറെ കരാറ് പാടില്ല. കമ്പനിയുടെ ചെലവ് കൊടുക്കണം. ബ്രിട്ടീഷ് ഗവർണർ ജനറലിനോട് ചോദിക്കാതെ ഒരു മുഖ്യമായ തീരുമാനം എടുക്കാൻ പാടില്ല. വേറെ രാജ്യങ്ങളുമായിട്ട് ഒരു സഖ്യത്തിൽ ഏർപ്പെടാൻ പാടില്ല. രണ്ട് രാജ്യത്ത് ഒരു റെസിഡന്റിനെ, ഒരു പ്രതിനിധിനെ, ഈ സൈനിക സഹായ വ്യവസ്ഥ ഒപ്പുവെച്ച രാജ്യത്ത് ഒരു പ്രതിനിധിനെ ബ്രിട്ടീഷുകാർ എപ്പോഴും അവിടെ താമസിപ്പിക്കും. വ്യവസ്ഥ ലംഘിച്ച രാജ്യം ആര് പിടിച്ചെടുക്കും? ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കും. അപ്പൊ ആ ഒരു ഭാഗം വായിക്കണം കേട്ടോ, കാരണം അത് ICRT പറഞ്ഞിരിക്കുന്ന ഭാഗമാണ്. അടുത്തത് നോക്കൂ, ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് എന്ന് പറയുന്ന ഭാഗം, ദത്താവകാശ നിരോധന നിയമം. ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, വർഷം എന്ന് പറയുന്നത് 1848 ആണെന്ന് പറഞ്ഞിട്ടുണ്ടാകും. ഒരു നാട്ടുരാജ്യത്തിലെ ഭരണാധികാരി പിന്തുടർച്ച അവകാശി അഥവാ ആൺമക്കളില്ലാതെ മരിച്ചാൽ മറ്റൊരു കുടുംബത്തിൽ നിന്ന് ഒരാൺകുട്ടിയെ അനന്തരാവകാശിയായിട്ട് ദത്തെടുക്കുന്ന സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന ഡൽഹൌസി പ്രഭു നടപ്പിലാക്കിയ ദത്താവകാശ നിരോധന നിയമപ്രകാരം ആ ദത്തെടുക്കാനുള്ള രാജാവിന്റെ അധികാരം ഇല്ലാതെയായി. അനന്തരാവകാശി ഇല്ലാതെ ആകുന്നതോടുകൂടി ആ നാട്ടുരാജ്യം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്യും. അപ്പൊ ദത്താവകാശ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേട്ടുള്ളതാണ് അല്ലെ. 848 ദത്താവകാശ നിരോധന നിയമം. ദത്തെടുക്കാനുള്ള അവകാശമില്ല, ദത്താവകാശ നിരോധനം. ഓക്കെ, ശരി. ഈ രണ്ട് നിയമങ്ങൾ പ്രകാരം നിരവധി നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. ദുർഭരണം ആരോപിച്ച് ഔദ് എന്ന നാട്ടുരാജ്യവും ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. അതായത് സൈനിക സഹായ വ്യവസ്ഥയും അതുപോലെ തന്നെ ദത്താവകാശ നിരോധന നിയമം കൂടിയിട്ടാണ് ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്ന് ആരെ ഏറ്റെടുത്തത്? ബ്രിട്ടീഷുകാർ. രണ്ട് നിയമങ്ങൾ, സൈനിക സഹായ വ്യവസ്ഥ കൊണ്ട് സഖ്യത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ രാജ്യത്തെ സംരക്ഷിക്കാനുള്ള സൈന്യത്തിന് തരാമെന്ന് പറഞ്ഞുകൊണ്ട് പറ്റിച്ചുകൊണ്ട് അവിടെയും, അതുപോലെ തന്നെ ദത്താവകാശ നിരോധന നിയമത്തിലൂടെ പിടിച്ചെടുത്തുകൊണ്ടും എന്ത് ചെയ്തു? രാജ്യങ്ങളെല്ലാം ബ്രിട്ടീഷുകാർ കീഴിലാക്കി. എന്നാൽ ഇതിലൊന്നും പെടാത്തൊരു രാജ്യമായിരുന്നു ഔദ് എന്ന് പറയുന്നത്. ഇവിടെ ദത്താവകാശ നിരോധന നിയമം അപ്ലൈ ചെയ്യാൻ പറ്റില്ല, കാരണം അവിടെ അനന്തരാവകാശി ഉണ്ടായിരുന്നു. അവിടെ സൈനിക സഹായ വ്യവസ്ഥ അപ്ലൈ ചെയ്യാൻ പറ്റില്ല, കാരണം അവർ അതിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ബ്രിട്ടീഷുകാര് ഈ ഔദിൽ നടക്കുന്നത് ദുർഭരണമാണെന്ന് ആരോപിച്ചുകൊണ്ട് ആ ഔദിനെ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, ഔദ് അല്ലെങ്കിൽ ഔദ്. ക്വസ്റ്റ്യൻ, 1857 കലാപം ഇന്ത്യ ചരിത്രത്തിൽ ചെലുത്തിയ സ്വാധീനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. എന്താണ് ചോദ്യം? എന്താണ് 1857 ഇന്ത്യ ചരിത്രത്തിൽ ചെലുത്തിയ കലാപം, 1857 കലാപം ഇന്ത്യ ചരിത്രത്തിൽ ചെലുത്തിയ സ്വാധീനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. SCRT കറക്റ്റ് പോയിന്റ് ആണ്. അപ്പൊ അത് കിട്ടിയില്ലെങ്കിൽ, വായിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടിലാവും. ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു, കാരണം രാജ്യം ആര് ഏറ്റെടുത്തു? ബ്രിട്ടൻ ഏറ്റെടുത്തു. മുഗൾ ഭരണം ഇല്ലാതെയായി. അവസാനത്തെ മുഗൾ രാജാവായിരുന്ന ബഹദൂർ ഷാ രണ്ടാമനെ നമ്മൾ ഇവിടുന്ന് നാട് കടത്തി. ഗവർണർ ജനറൽ എന്ന പദവി നിർത്തലാക്കി, ശരിയാണ്. എന്നിട്ട് എന്ത് വന്നു? പകരം വൈസ്രോയി എന്ന് പറഞ്ഞൊരു പദവി വന്നു. ഇന്ത്യയുടെ പിൻകാല ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് പ്രചോദനമായി. തീർച്ചയായും ഈ യുദ്ധത്തോട് കൂടിയിട്ടാണ് ദേശീയ പ്രസ്ഥാനങ്ങളുടെ ഒരു വളർച്ച ഇന്ത്യയിൽ ഉണ്ടാവുന്നത്. അപ്പൊ ആ എല്ലാം ശരി എന്നുള്ള പോയിന്റിലേക്കാണ് നമ്മൾ എത്തേണ്ടി വരിക. അപ്പൊ ഈ പോയിന്റുകൾ ഒന്നും കൂടി നമുക്ക് വായിച്ചു പോകണം. എന്താണ് ശരി? എല്ലാം ശരി എന്നുള്ള ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത്. എന്താണ് വരിക? 1857 കലാപം ഇന്ത്യ ചരിത്രത്തിൽ ചെലുത്തിയ സ്വാധീനവുമായി ബന്ധപ്പെട്ട് ശരിയായത്. 4 ശരിയാണ്. ഒന്നുകൂടി വായിക്കാം. ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ഇല്ലാതെയാകുന്നു, മുഗൾ ഭരണം ഇല്ലാതെയാകുന്നു, ഗവർണർ ജനറൽ ഇല്ലാതെയാകുന്നു, ഇന്ത്യയുടെ പിൻകാല ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് അതൊരു വലിയ പ്രചോദനമായിട്ട് മാറുന്നു. നോക്കാം. ഏത് പേജാ? 1857 കലാപം ആരംഭിച്ചത് ഉത്തർപ്രദേശിലെ മീററ്റിലാണ്. മെയ് 10 അല്ലെ? മീററ്റ് മെയ് 10 എന്താരംഭിക്കുന്നത്? മീററ്റില്, ഉത്തർപ്രദേശിലെ മീററ്റിലായിരുന്നു എന്താരംഭിക്കുന്നത്? കലാപം ആരംഭിക്കുന്നത്. ആദ്യത്തെ രക്തസാക്ഷിയാണ് ആര്? മംഗൾ പാണ്ഡെ. അപ്പൊ മംഗൾ പാണ്ഡെയുടെ വധത്തെ തുടർന്ന് സംഘടിച്ച ഇന്ത്യക്കാരായ സൈനികർ ഡൽഹിയിലെത്തി മുഗൾ ഭരണാധികാരിയായിരുന്ന ബഹദൂർ ഷാ സഫർ അല്ലെങ്കിൽ ബഹദൂർ ഷാ രണ്ടാമനെ കാണുകയും ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതുവരെ ഓക്കെ അല്ലേ? സൈനികരെ കൂടാതെ അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളും ഏതൊക്കെ മുഖേന? സൈനിക സഹായ വ്യവസ്ഥ, ദത്താവകാശ നിരോധന നിയമം മൂലം അധികാരം നഷ്ടപ്പെട്ട രാജാക്കന്മാരും ഇതിന്റെ കൂടെ കൂടി. മറ്റു ജനവിഭാഗങ്ങളും ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും കലാപത്തിൽ പങ്കെടുത്തു. മാസങ്ങൾ കൊണ്ട് ബ്രിട്ടീഷുകാർ എല്ലായിടത്തും ലഹള അടിച്ചമർത്തി. നിരവധി ഇന്ത്യക്കാരെ വെടിവെച്ചു കൊന്നു. വളരെ പേരെ പീരങ്കിയുണ്ടയ്ക്ക് ഇരയാക്കി.
അനേകായിരങ്ങളെ വഴിമര കൊമ്പുകളിൽ ജീവനോടെ തലകീഴായി കെട്ടിത്തൂക്കി. അവധിൽ മാത്രം കലാപത്തിൽ കൊല്ലപ്പെട്ട 1.5 ലക്ഷം പേരിൽ 1 ലക്ഷം പേർ സാധാരണക്കാരായിരുന്നു. എന്ത് കഷ്ടാണെന്ന് ആലോചിച്ച് നോക്കണേ. അവധിൽ മാത്രം 1.5 ലക്ഷം പേര് അന്ന് വധിക്കപ്പെട്ടു. അതിൽ 1 ലക്ഷം പേര് എന്തായിരുന്നു? സാധാരണക്കാരായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ക്രൂരമായ അടിച്ചമർത്തലിനെ ശക്തമായി പ്രതിരോധിക്കാൻ ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ ഐക്യത്തിന് സാധിച്ചു. അതായത് ഒരു ദേശീയ പ്രസ്ഥാനം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉയർന്നു വരാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. കലാപം നടക്കാത്ത ഇടങ്ങളിൽ പോലും സാധാരണ ജനങ്ങളുടെ പിന്തുണ കലാപകാരികൾക്ക് ഉണ്ടായിരുന്നു. കലാപത്തിന്റെ യഥാർത്ഥ ശക്തി ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു. കലാപത്തിന്റെ പ്രധാന ശക്തി എന്ന് പറയുന്നത് ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു എന്നാണ് പറയണത്. ഓക്കെ, അപ്പൊ ഈ ഭാഗം ഒന്ന് കൃത്യമായിട്ട് നമുക്ക് വായിച്ചു നോക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോ എന്തുണ്ടായി? മെയ് 10 മീററ്റിൽ ഉത്തർപ്രദേശിലാണെന്ന് പറഞ്ഞു. ഇനി 1857 കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും അത് പിൻകാല ഇന്ത്യ ചരിത്രത്തിൽ ശ്രദ്ധേയമായ സ്വാധീനം ചെലുത്തി. അതാണ് നമ്മുടെ ചോദ്യം ഉണ്ടായിരുന്നത്. എന്തൊക്കെ സ്വാധീനമാണ് ചെലുത്തി, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്നാണ് നമ്മൾ നോക്കിയത്. എന്തൊക്കെയാണ് പറയുന്നത്? ഇന്ത്യയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു എന്ന് പറഞ്ഞാൽ ഒപ്പം അവസാനിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ചാർട്ടർ നിയമങ്ങൾ. അല്ലെ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടിയിട്ട് 20 വർഷം കൂടുമ്പോൾ പുതുക്കുന്ന ഒരു വ്യാപാര കരാറായിരുന്നു ചാർട്ടർ നിയമങ്ങൾ. അപ്പൊ കമ്പനി ഇല്ലാതെയായെങ്കിൽ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? ചാർട്ടർ നിയമങ്ങളും ഇല്ലാതെയാവും. അതുപോലെ തന്നെ കമ്പനിയുടെ ആളായിരുന്നു ആര്? ഗവർണർ ജനറൽ. അങ്ങനെ ഗവർണർ ജനറൽ എന്ന് പറഞ്ഞ പദവി ഇല്ലാതെയായി. എങ്ങനെ? ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആയിരുന്നു ആര്? കാനിങ് പ്രഭു. പിന്നീട് അദ്ദേഹം തന്നെ ആദ്യത്തെ വൈസ്രോയി ആയി മാറുകയും ചെയ്തു. ഇനി ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി. അതിനു വേണ്ടിയിട്ടാണ് 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാകുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 ഇന്ത്യൻ ജനതയിലെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന ഒരു നിയമം, രാജ്ഞിയുടെ ക്വീൻസ് പ്രൊക്ലമേഷൻ എന്നറിയപ്പെടുന്ന നിയമമൊക്കെ പാസ്സാവുന്നത് 1858 അതോട് കൂടിയിട്ട് രാജ്ഞിയുടെ നേരിട്ടുള്ള കീഴിലായി ഇന്ത്യ എന്ന് പറയുന്നത്. ഗവർണർ ജനറൽ എന്ന പദവിക്ക് പകരം എന്ത് വന്നു? വൈസ്രോയി വന്നു. അങ്ങനെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ആയിട്ട് ആര് ചാർജ് എടുത്തു? കാനിങ് പ്രഭു. വൈസ്രോയി എന്ന് പറഞ്ഞ രാജ്ഞിയുടെ അല്ലെങ്കിൽ രാജാവിന്റെ നയതന്ത്ര ഉദ്യോഗസ്ഥൻ എന്നാണ് അർത്ഥം വരുന്നത്. ഇനി ഇന്ത്യയുടെ പിൻകാല ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് പ്രചോദനമായി, നമ്മൾ നേരത്തെ കണ്ട പോയിന്റ്. അപ്പൊ ഇത് ഒരു ആവേശമായി ജനങ്ങൾക്ക്. ഇത്രയും വലിയൊരു കലാപം നടത്താൻ പറ്റും, ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പറ്റും എന്നുള്ള ഒരു ആവേശം വരാൻ കാരണമായി. അതുപോലെ തന്നെ വന്ന പുതിയൊരു പദവിയാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു പദവി കൂടി അതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു പദവി കൂടി, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു പദവി കൂടി വൈസ്രോയുടെ കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗത്ത് പറയുന്നത്. ദെൻ 1857 കലാപത്തിന് കുറച്ച് പരിമിതികൾ ഉണ്ടായിരുന്നു. ഒരു പക്ഷെ ഇതും സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ വരുന്ന ഭാഗമാണ്. കലാപം ഉത്തരേന്ത്യയിലെ ഏതാനും ഭാഗങ്ങളിൽ മാത്രം ഒതുങ്ങി. അതൊരു പോരായ്മയായിരുന്നു. കലാപത്തിന് സംഘടിതമായിട്ടുള്ള നേതൃത്വം ഉണ്ടായിരുന്നില്ല. എല്ലായിടത്തും കലാപം ഉണ്ടായി എന്നല്ലാതെ അതിനൊരു സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വളരെയധികം ഒരു ഡീമെറിറ്റ് ആയിട്ടാണ് കണ്ടത്. കലാപകാരികളെക്കാൾ മെച്ചപ്പെട്ട സൈനിക ശേഷിയും സംഘടനാ മികവും കമ്പനി സൈന്യത്തിനുണ്ടായിരുന്നു. സ്വാഭാവികമല്ല, ഇന്ത്യക്കാർക്ക് എന്താണുള്ളത്? ബ്രിട്ടീഷുകാരുടെ കയ്യിൽ തന്നെയല്ലേ കൂടുതലും യുദ്ധ സാമഗ്രികളും തോക്കുകളും വെടിയുകോപ്പുകളും ഒക്കെ ഉള്ളത് അവരുടെ കയ്യിലാണ്. ഇന്ത്യയിലെ മധ്യവർഗം പൊതുവെ കലാപത്തെ അനുകൂലിച്ചില്ല. സാധാരണക്കാരും അതുപോലെ തന്നെ ഒരു ഉയർന്ന രാജ്യം നഷ്ടപ്പെട്ട രാജാക്കന്മാരൊക്കെയാണ് ഇതിനെ അനുകൂലിച്ചത്. ഒരു മധ്യവർഗം ഇതിനെ അനുകൂലിച്ചില്ല. നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളിൽ ഒരു വിഭാഗം കലാപത്തിൽ നിന്നും മാറി നിന്നു. അതായത് രാജ്യം പോയ ആൾക്കാർ മാത്രമാണ് എന്ത് ചെയ്തുള്ളൂ? ഈ കലാപത്തിൽ പങ്കെടുത്തുള്ളൂ. അല്ലാത്ത രാജാക്കന്മാരൊക്കെ മാറി നിൽക്കുകയും മധ്യവർഗം ഉൾപ്പെടാതിരിക്കുകയും സൈനിക ശേഷിയുടെ കുറവും അതുപോലെ തന്നെ ഒരു സംഘടിത സ്വഭാവം ഇല്ലാതിരിക്കുകയും ഏതാനും പ്രദേശങ്ങളിൽ ഒതുങ്ങുകയും ചെയ്തൊക്കെയാണ് ഇതിന്റെ ഡീമെറിറ്റ് ആയിട്ട് പറയുന്നത്. ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. 1857 കലാപവും നേതൃത്വം നൽകിയവരും തെറ്റായ ജോഡി കണ്ടെത്തുക. എന്താണ് തെറ്റായ ജോഡി കണ്ടെത്തുക? നോക്കാം. ആഗ്രയിലെ ബീഗം ഹസ്രത്ത് മഹൽ ആണ് അത്രേ. ആണോ? ആണ്. ഓക്കെ. ലക്നൌവിലെ ബീഗം ഹസ്രത്ത് മഹൽ ആണ് അത്രേ. 2 വരാൻ കാരണം അതുമാണ്. അപ്പൊ ഇതാണ് നമുക്ക് തെറ്റാൻ. ഇതിലത്തെ ഏതെങ്കിലും തെറ്റാന്ന് നമ്മൾ വിചാരിക്കും. അല്ല, രണ്ടും ഏതാണ് ശരി. അസമിലാണെങ്കിൽ ദിവാൻ മണിറ, അത് ശരിയാണ്. ജഗദീഷ്പൂർ നാനാ സാഹിബ് അല്ല. ഓക്കെ. അപ്പൊ ഏതാണ് ഒരു തെറ്റ് വരിക? 1, 4 തെറ്റാണോ? അല്ല. 2, 4 തെറ്റാണോ? അല്ല. 4 മാത്രം തെറ്റ്. ഓപ്ഷൻ സി ആണ് വരുന്നത്. 4 മാത്രം തെറ്റ്. അപ്പൊ 3 ഇവിടുന്ന് പഠിച്ചു പോകണം. എന്ത്? ആഗ്രയിൽ ആരാണ്? ബീഗം ഹസ്രത്ത് മഹൽ ആണ്. ലക്നൌവിലും ബീഗം ഹസ്രത്ത് മഹൽ തന്നെയാണ്. അസാമിലെ
ദിവാൻ മണിറാമാണ്. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇങ്ങനൊരു ഭാഗം അതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനൊരു ഭാഗത്തില് കൊടുത്തിട്ടുണ്ട്. കലാപവും കലാപത്തിന് നേതൃത്വം നൽകിയവരും അതിന്റെ സവിശേഷതകളും. അപ്പൊ കലാപം നടന്നത് ഡൽഹിയിലാണ്. ഡൽഹിയിൽ നേതൃത്വം കൊടുത്തത് ബഹദൂർ ഷാ രണ്ടാമൻ. സവിശേഷത, കലാപകാരികളിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചു. അദ്ദേഹത്തെ വിപ്ലവാനന്തരം ബ്രിട്ടീഷുകാർ റങ്കൂണിലേക്ക് നാട് കടത്തിയ വ്യക്തിയാണ് ആര്? ബഹദൂർ ഷാ സഫർ അല്ലെങ്കിൽ ബഹദൂർ ഷാ രണ്ടാമൻ എന്ന് പറയുന്നത്. കലാപം നടന്ന സ്ഥലം ഡൽഹിയാണ്. കലാപത്തിന് നേതൃത്വം കൊടുത്തത് ബഹദൂർ ഷാ രണ്ടാമനാണ്. രണ്ട് കാര്യങ്ങളുണ്ടായി. അദ്ദേഹത്തിനെ ചക്രവർത്തിയായിട്ട് അവരോധിച്ചു, പക്ഷെ അദ്ദേഹത്തിനെ നാട് കടത്തി. ഒരാളും കൂടി ഉണ്ട് അവിടെ. എന്ത്? ജനറൽ ബക്ത് ഖാൻ. ആളും എവിടെ തന്നെയാണ്? ഡൽഹിയിൽ നയിച്ച വ്യക്തി തന്നെയാണ്. അപ്പൊ ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ബക്ത് ഖാനുമാണ് ഡൽഹിയിലെ യുദ്ധം നയിച്ചത്. ബഹദൂർ ഷാ സെക്കൻഡിന്റെ സൈനിക ജനറൽ ആയിരുന്നു കേട്ടോ ആര്? ജനറൽ ബക്ത് ഖാൻ. അപ്പൊ അത് അവിടെ നിൽക്കുന്നത് SCRT ഒരു പോയിന്റ് ആണ്. ഝാൻസിയില് ആരാണ്? റാണി ലക്ഷ്മിബായ്. റാണി ലക്ഷ്മിബായ് ഝാൻസിയിലെ ഭരണാധികാരിയായിരുന്നു. കാൺപൂരിലെ 2 പേരുണ്ടായിരുന്നു, നാനാ സാഹിബും താന്തിയ തോപ്പിയും. ആരൊക്കെയാണ്? കാൺപൂരിലെ നാനാ സാഹിബും താന്തിയ തോപ്പിയും. നാനാ സാഹിബ് ആരാണ്? മറാത്ത ഭരണാധികാരിയാണ്. നാനാ സാഹിബിന്റെ സൈനിക തലവനാണ്. അതുപോലെ ഗറില്ല യുദ്ധമുറകൾ ഉപയോഗിച്ച ആളാണ് താന്തിയ തോപ്പി. കാൺപൂരിലെ നാനാ സാഹിബും ഉണ്ട്, താന്തിയ തോപ്പി ഉണ്ട്. താന്തിയ തോപ്പിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, അദ്ദേഹം സൈനിക തലവനാണ് നാനാ സാഹിബിന്റെ. അതേ കൂടാതെ ഗറില്ല യുദ്ധ രീതികൾ, ഗറില്ല വാർഫെയർ ഉപയോഗിച്ച വ്യക്തിയാണ് ആര്? ഈ പറയുന്ന താന്തിയ തോപ്പി. ദെൻ ലക്നൌവിൽ എന്താണ് ഉണ്ടാവുന്നത്? ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മഹൽ, നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അവധിലെ ഭരണാധികാരി, അവധിലെ നവാബിന്റെ പത്നി ആയിരുന്നു ആര്? ബീഗം ഹസ്രത്ത് മഹൽ. ബീഹാറിലെ ആര? കൺവർ സിംഗ്. ജഗദീഷ് പൂരിലെ കർഷക പ്രഭു ആയിരുന്നു അദ്ദേഹം. ബീഹാറിലെ ആരയിലെ ജഗദീഷ് പൂരിലൊക്കെ അത് നയിച്ചത് ആരാണ്? കൺവർ സിംഗ് ആണ്. ജഗദീഷ് പൂരിലെ കർഷക പ്രഭു ആയിരുന്നു. അപ്പൊ ഇത്രയും ഭാഗങ്ങൾ: ഡൽഹി, ബഹദൂർ ഷാ രണ്ടാമൻ, ജനറൽ ബക്ത് ഖാൻ. എപ്പോഴും ഈ ഭാഗത്തുനിന്ന് ചോദ്യം വരുന്ന കേട്ടോ, തെറ്റായ ജോഡി ശരിയായ ജോഡി എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ജഗദീഷ് പൂരിലെ ആരാണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നാനാ സാഹിബാണ്. അല്ല, ജഗദീഷ് പൂരിലെ ആരാണ്? കൺവർ സിംഗ് ആണ്. ഗ്വാളിയാറിലും ആര് തന്നെയാണ്? റാണി ലക്ഷ്മിബായി ആണ്. ഔദിലും ബീഗം ഹസ്രത്ത് മഹലാണ്. മഹൽ അങ്ങോട്ട് പോയതാണ് കേട്ടോ. ഹരിയാനയില് റാവു തുലറാം. മീററ്റിലെ കദം സിംഗ്. അപ്പൊ ജഗദീഷ് പൂരിലെ കൺവർ സിംഗ് ആണ്. ഗ്വാളിയാറില് റാണി ലക്ഷ്മിബായി ആണ്. ഔദില് ബീഗം ഹസ്രത്ത് മഹലാണ്. ഹരിയാനയില് റാവു തുലറാമാണ്. അതുപോലെ തന്നെ മീററ്റിലെ കദം സിംഗ് ആണ്. അപ്പൊ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് പഠിച്ചു പോകണം. ഒരുപാട് പേരെ നമുക്ക് പഠിക്കാനുണ്ട്, യുദ്ധം നയിച്ചവര്. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പോയിന്റും കൂടി ഉണ്ട് SCRT പറയുന്നത്. അതെന്താണ്? 1857 കലാപവും അതിന്റെ സിനിമയും സാഹിത്യമൊക്കെയാന്ന് പറയുന്നത്. മോഹൻ സിൻഹ. ആരാണ്? മോഹൻ സിൻഹ 1857 മോഹൻ സിൻഹയുടെ 1857 എന്ന് പറഞ്ഞ സിനിമ, ഒന്നാമത്തെ മോഹൻ സിൻഹയുടെ 1857 എന്ന് പറഞ്ഞ സിനിമ. കേതൻ മേത്ത സംവിധാനം ചെയ്ത മംഗൾ പാണ്ഡെ ദി റൈസിംഗ്. അതുപോലെ തന്നെ ക്രിഷ് ജഗർലാമുഡിയുടെ മണികർണിക, ദ ക്യൂൻ ഓഫ് ജാൻസി എന്നിവ ചലച്ചിത്രങ്ങളാണ്. ഇങ്ങനെയാണ്. ഏതൊക്കെയാണ്? മോഹൻ സിൻഹയുടെ 1857 ഒരു സിനിമയാണ്. കേതൻ മേത്ത സംവിധാനം ചെയ്ത മംഗൾ പാണ്ഡെ ദ റൈസിംഗ്, അതൊരു ചിത്രമാണ്. ക്രിഷ് ജഗർലാമുഡിയുടെ മണികർണിക, ദ ക്യൂൻ ഓഫ് ജാൻസി, അതൊരു ചിത്രമാണ്. ഇനി 1857 കലാപവുമായി ബന്ധപ്പെട്ട് ഇനി മഹേശ്വത ദേവിയുടെ ഝാൻസി റാണി ഇമ്പോർട്ടന്റ് ആണ്. മലയാറ്റൂർ രാമകൃഷ്ണന്റെ അമൃതം തേടി എന്ന നോവലും എന്തുമായി ബന്ധപ്പെട്ട് തന്നെയാണ്? 1857 കലാപവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഏതൊക്കെയാണ്? മോഹൻ സിൻഹയുടെ 1857, കേതൻ മേത്തയുടെ മംഗൾ പാണ്ഡെ ദി റൈസ്, ക്രിഷ് ജഗർലാമുഡിയുടെ മണികർണിക, ദ ക്യൂൻ ഓഫ് ജാൻസി, അത് ചിത്രങ്ങളാണ്. മഹേശ്വത ദേവിയുടെ ഝാൻസി റാണി എന്ന് പറഞ്ഞ കൃതി. അതുപോലെ തന്നെ മലയാറ്റൂർ രാമകൃഷ്ണന്റെ, മലയാളമാണ്, അമൃതം തേടി എന്ന് പറയുന്ന ഒരു പുസ്തകം കൂടിയുണ്ട്. അത് ഈ 1857 കലാപവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇന്ന്
ഈ പറഞ്ഞ ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ചെറുത്തുനിൽപ്പും അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്ന് പറയുന്ന ചാപ്റ്ററിലെ 2 പാർട്ടുകളായിട്ടാണ് നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ പാർട്ട് കാണാത്തവരാണെങ്കിൽ അത് കണ്ടതിന് ശേഷമാണ് ഈ പാർട്ട് കാണേണ്ടത്. ഇത് 2ാമത്തെ പാർട്ടാണ്. അപ്പൊ അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നമ്മൾ സോഷ്യൽ സയൻസിന്റെ ഭാഗത്തു നിന്ന് തന്നെ 8ാം ക്ലാസ്സിലെ പുതിയ പുസ്തകത്തിലെ മാറിയ പുസ്തകത്തിലത്തെ ഒരു ചാപ്റ്റർ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹിസ്റ്ററിയുടെ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ കൂടിയാണ്, അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ കൂടിയാണ് ഇത്. അപ്പൊ 2 ചാപ്റ്ററും കൃത്യമായിട്ട് കാണുക, അത് പഠിക്കുക. നിങ്ങളുടെ വിലയേറിയ സമയം ഇതിനു വേണ്ടിയിട്ട് വിനിയോഗിച്ചിട്ട് നിങ്ങൾ ഏറ്റവും മികച്ച ഒരു റാങ്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിനുവേണ്ടി ഫാൽക്കൺ എക്സ് PSC ഡിഗ്രി പ്രിലിംസുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കോഴ്സ് നിങ്ങൾക്കായിട്ട് തരുന്നുണ്ട്. പുതിയൊരു കോഴ്സാണ്. അതായത് ഡിഗ്രി പ്രിലിംസുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും കമ്പനി ബോർഡ് അസിസ്റ്റന്റും വേണ്ടിയിട്ട് ഉപയോഗപ്രദമാവുന്ന രീതിയിൽ അതിന്റെ ശമ്പള സ്കെയിൽ കണ്ടുല്ലോ നിങ്ങൾ. 39,300 മുതൽ 83,000 വരെയാണ് അതിന്റെ ശമ്പള സ്കെയിൽ വരുന്നത്. ഓക്കെ, അങ്ങനെ കാക്കത്തൊള്ളായിരം എന്ന് പറയുന്ന കാക്കത്തൊള്ളായിരം എന്ന് പറയുന്ന നമ്മുടെ ഒരു ബാച്ച് ഉണ്ട്. ആ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 500+ അവർ, അത് 500 പരം മണിക്കൂറുകളുടെ ക്ലാസ് ആണ് ലഭിക്കുക. അത് സിലബസ് വൈസ് ഒരു ക്ലാസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. 1 ഇയർ വാലിഡിറ്റി ആണ് നമ്മൾ ഇതിന് കൊടുക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ആ ഒരു കോഴ്സിന് നമുക്ക് കിട്ടുന്ന ഒരു ഒരു ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 999 ആണ്. ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് 999 ആണ്. എത്രയും പെട്ടെന്ന് നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ജോയിൻ ചെയ്യുക, എന്നിട്ട് പഠിച്ചു തുടങ്ങുക. മക്കളെ, ഇത് വലിയൊരു അവസരമാണ്. ഇനി വരാൻ പോകുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണെങ്കിലും കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണെങ്കിലും ഏറ്റവും മികച്ച ജോലികളിൽ ഒന്നായിട്ട് കണക്കാക്കപ്പെടുന്ന ജോലിയാണ്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ ഡിഗ്രി പ്രിലിംസുമായി ബന്ധപ്പെട്ടുള്ള ടെസ്റ്റ് സീരീസ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അതായത് ഒരു 199 രൂപയാണ് അതിന് വരുന്നത്. എത്ര? 199 രൂപ. 199 രൂപയ്ക്ക് ഫാൽക്കൺ എക്സ് PSC നിങ്ങൾക്ക് 1500+ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ടെസ്റ്റ് സീരീസ് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറുമായിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ആപ്പ് വഴി നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ പറഞ്ഞു വരുന്നത്, നന്നായി പഠിക്കുക, ഏറ്റവും മികച്ച ഉദ്യോഗാർത്ഥികളാവുക, ഏറ്റവും മികച്ച റാങ്കിലേക്ക് എത്തുക. ഫാൽക്കൺ എക്സ് PSC എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. എല്ലാ കോഴ്സുകൾക്കുമായി നമ്മളെ കോണ്ടാക്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ SCRT ഒരു അടിപൊളി ചാപ്റ്ററുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീണ്ടും പറയുന്നു, നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ ഉണ്ടാവണം. അതുപോലെ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ ഈ SCRT പാഠങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. നിങ്ങളത് പഠിച്ചെടുക്കണം. ഓക്കെ, ബൈ. താങ്ക് യു.